സർ, ഇന്ത്യ ഇന്നൊവേഷൻ സെന്റർ ഫോർ ഗ്രാഫീൻ്റെ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ 86.5 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. സംസ്ഥാന വിഹിതമായി 6.5 കോടി രൂപ മാറ്റിവെക്കുന്നു. അക്കാഡമിക് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള അക്കാഡമിക് കൊളാബറേഷൻ സ്കോളർഷിപ്പിനുമായി 2 കോടി രൂപ മാറ്റിവെക്കുന്നു. ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾക്ക് 27.81 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഡിജിറ്റൽ സർവകലാശാലയും സെക്ഷൻ 8 കമ്പനിയായ ഇന്ത്യൻ ഗ്രഫീൻ എഞ്ചിനീയറിംഗ് ആൻഡ് ഇന്നോവേഷൻ സെന്ററും സംയുക്തമായി 94.85 കോടി മുടക്കി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയാണ് ഗ്രഫീൻ അറോറ. പദ്ധതിക്കുള്ള ഈ വർഷത്തെ സംസ്ഥാന വിഹിതമായി 3.8 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി IIITMK പ്രവർത്തനങ്ങൾക്കായി 16.95 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, ഓപ്പൺ ഇന്റർനാഷണൽ സെന്റർ ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രവർത്തനങ്ങൾക്കായി 8.45 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് KSITL പ്രവർത്തനത്തിന് 15.27 കോടി രൂപ വകയിരുത്തുന്നു. സർ, കൊച്ചി ടെക്നോളജി ഇന്നോവേഷൻ സോണിൻ്റെ പ്രവർത്തനങ്ങൾക്ക് 20 കോടി രൂപ നീക്കിവെക്കുന്നു. യുവജന സംരംഭകത്വ വികസന പരിപാടി സ്കെയിലപ്പ് പരിപാടിക്കായിട്ട് 70.52 കോടി രൂപ വകയിരുത്തുന്നു. CDT പ്രവർത്തനങ്ങൾക്കായിട്ട് 8.13 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേരള സംസ്ഥാനം പുതിയ AVGC XR നയം പുറത്തിറക്കിയിട്ടുണ്ട്. പുതിയ IT നയവും ഉടൻ പുറത്തിറക്കും. IT മേഖലയിലെ സമീപകാല സംഭവവികാസങ്ങളുടെ നേട്ടങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനായി കേരള AI മിഷൻ, സെമികോൺ കേരള, എമർജിംഗ് ടെക്നോളജീസ് മിഷൻ, ഫ്യൂച്ചർ കോർപ്പറേഷൻ എന്നീ 4 പുതിയ മിഷൻ മോഡ് പരിപാടികൾ ആരംഭിക്കും. IT സാങ്കേതിക വിദ്യകളുടെ സുരക്ഷിതവും ധാർമ്മികവുമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സേഫ് ടെക് എന്ന പേരിൽ ഒരു പുതിയ പദ്ധതി ആരംഭിക്കും. പുതിയ IT നയത്തിൻ്റെ ചട്ടക്കൂട്ടിനുള്ളിലായിരിക്കും ഈ പ്രവർത്തനങ്ങൾ നടപ്പാക്കുക. ഇവയ്ക്കായി 22 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ കേരളം മുൻപന്തിയിൽ നിൽക്കുന്നു. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പ്രവർത്തനങ്ങൾക്കായി 99.52 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ 3 പുതിയ പദ്ധതികളും വരുന്നു. സംസ്ഥാനത്തെ സ്റ്റാർട്ടപ്പുകൾക്ക് വെഞ്ചർ ക്യാപിറ്റൽ കൂടുതൽ പ്രാപ്തമാക്കുന്നതിന് കേരള സർക്കാരിൻ്റെ ഒരു മുൻനിര പദ്ധതിയായ ഫണ്ട് ഓഫ് ഫണ്ട് പ്ലാൻ വിഹിതമായ 3 കോടി രൂപയും അധിക വിഹിതമായി 10 കോടി രൂപയും വകയിരുത്തുന്നു. സാർ, സംരംഭകത്വം, മെന്റർഷിപ്പ്, കൺസൾട്ടിംഗ് എന്നീ റോളുകളിലൂടെ കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ മുതിർന്ന പൗരന്മാരെ സജീവ സംരംഭകരാക്കാൻ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച നൂതന പദ്ധതിയായ ന്യൂ ഇന്നിങ്സ് എന്ന പദ്ധതിക്ക് 4 കോടി രൂപ വകയിരുത്തുന്നു. കൊച്ചിയിൽ ഒരു കൾച്ചർ ആൻഡ് ക്രിയേറ്റിവിറ്റി ഇൻക്യുബേറ്റർ സ്ഥാപിക്കുന്നതിന് 2 കോടി രൂപ വകയിരുത്തുന്നു. ബഹിരാകാശ ശാസ്ത്രം, എയ്റോസ്പേസ്, പ്രതിരോധം തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്ന K-സ്പേസിന് 57.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേസുമായി സഹകരിച്ച് ഒരു ഡ്രോൺ റിസർച്ച് പാർക്ക് കൊട്ടാരക്കരയിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞ വർഷം തന്നെ തീരുമാനമായിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള 5 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലും ITIകളിലെയും വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക വിദ്യാധിഷ്ഠിത സൗകര്യങ്ങൾ ഒരുക്കുന്ന സംരംഭമാണ് സ്കിൽ ഡെലിവറി പ്ലാറ്റ്ഫോം കേരള. ഇത് പ്രവർത്തന സജ്ജമാക്കുന്നതിന് 10 കോടി രൂപ വകയിരുത്തുന്നു. സാർ, തുറമുഖങ്ങൾ, ലൈറ്റ് ഹൗസസ് ആൻഡ് ഷിപ്പിംഗ് എന്നിവയുടെ വികസനത്തിനായി 98.08 കോടി രൂപയും റോഡുകൾ, പാലങ്ങൾ എന്നിവയ്ക്ക് 1182.43 കോടി രൂപയും റോഡ് ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് 228 കോടി രൂപയും ഉൾനാടൻ ജലഗതാഗതത്തിന് 138.14 കോടിയും മറ്റ് ഗതാഗത സേവനങ്ങൾ 224.78 കോടി രൂപയും ഉൾപ്പെടെ 1871.53 കോടി രൂപ വകയിരുത്തുന്നു. മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നീണ്ടകര കൊടുങ്ങല്ലൂർ ക്യാമ്പസുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 5.5 കോടി രൂപ. അഴീക്കലിൽ ഗ്രീൻഫീൽഡ് പോർട്ടിന്റെ പ്രവർത്തനങ്ങൾക്ക് ഈ വർഷത്തേക്ക് 6.96 കോടി രൂപ നീക്കിവെക്കുന്നു. സർ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തുറന്നിട്ടിരിക്കുന്ന മികച്ച അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനായി അവ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനും കേരളത്തിലെ നോൺ മേജർ തുറമുഖങ്ങൾ വികസിപ്പിക്കേണ്ടതുണ്ട്. അതിനായി നോൺ മേജർ തുറമുഖങ്ങൾ വികസിപ്പിക്കുന്നതിനായി 65 കോടി രൂപ വകയിരുത്തുന്നു. സാർ, പൊതുമരാമത്ത് വകുപ്പ് സംസ്ഥാന പാതകളുടെ നവീകരണത്തിന്റെ ഭാഗമായി 898 കിലോമീറ്റർ റോഡുകൾ 4 വരിയായും 3193 കിലോമീറ്റർ റോഡുകൾ ഇരുവരി പാതയായും നവീകരിച്ചു. പ്രധാന ജില്ലാ റോഡുകളുടെ കാര്യമെടുത്താൽ 52 കിലോമീറ്റർ 4 വരി പാതയായും 10,593 കിലോമീറ്റർ ഇരുവരി പാതയായും വികസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് റോഡുകളും പാലങ്ങളും എന്ന മേഖലയ്ക്ക് 1182.43 കോടി രൂപ. ഇതിൽ റോഡുകളും പാലങ്ങളും വിഭാഗത്തിനുള്ള വിഹിതം 1091 കോടി രൂപയും ദേശീയപാത വിഭാഗത്തിന് 91.28 കോടി രൂപയുമാണ്. സർ, പ്രധാന ജില്ലാ റോഡുകളെ MDR മികവുറ്റ നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിനായി റോഡുകളെ ഡിസൈൻ ചെയ്യുന്നതിനും ഓവർലേ ചെയ്യുന്നതിനും 300.50 കോടി വിലയിരുത്തിയിട്ടുണ്ട്. റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ ഫലവത്തായ രീതിയിൽ നടപ്പിലാക്കേണ്ടതിനുള്ള വിവിധ പ്രവർത്തനങ്ങൾക്ക് വിഹിതം
15 കോടി രൂപയിൽ നിന്നും 23.37 കോടി രൂപയാക്കി. കേരളത്തിലെ റെയിൽ സുരക്ഷ ലക്ഷ്യമാക്കി റെയിൽ മേൽപ്പാലങ്ങളുടെ അടിപ്പാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അടിപ്പാലങ്ങളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മുൻവർഷം 16 കോടി രൂപ ഉയരത്തിൽ നിന്നും 25 കോടി രൂപയായി അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കണ്ണൂർ ധർമ്മടം ജില്ലയിലെ ധർമ്മടം റെയിൽവേ സ്റ്റേഷൻ അണ്ടർപാസിന്റെ നിർമ്മാണത്തിനായി 5 കോടി രൂപ ഉയർത്തുന്നു. കാലപ്പഴക്കം ചെന്ന പാലങ്ങളുടെ സംരക്ഷണത്തിനും പുനർനിർമ്മാണത്തിനുമായി 46.46 കോടി രൂപ. പട്ടികവർഗ ഉന്നതികളിലേക്കുള്ള പാലങ്ങളുടെ സംരക്ഷണത്തിനും പുനർനിർമ്മാണത്തിനുമായി 25 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാന പാതകളിലെ ഓവർലേ ചെയ്യുന്നതിനുള്ള പ്രത്യേക ഡിസൈൻ പദ്ധതികൾക്കായിട്ട് 87 കോടി രൂപ വകയിരുത്തുന്നു. നബാർഡിന്റെ ഫണ്ട് ഉപയോഗിച്ച് റോഡുകളുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണികൾക്കായിട്ട് 165 കോടി രൂപ വകയിരുത്തുന്നു. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ തീർത്ഥാടക റോഡുകൾ വികസിപ്പിക്കുന്നതിനായി 15 കോടി രൂപ വകയിരുത്തുന്നു. തലസ്ഥാന നഗര റോഡ് വികസന പദ്ധതിയിലെ PPP ആനുറ്റി മാതൃകയിൽ മറ്റ് നഗരങ്ങളിൽ നടപ്പിൽ വരുത്താൻ ലക്ഷ്യമിടുന്ന റോഡ് നിർമ്മാണത്തിനുള്ള ആനുറ്റി പേയ്മെന്റുകൾക്കായി 58.8 കോടി രൂപ വകയിരുത്തുന്നു. സർ, KSTPയുടെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊട്ടിയം കുണ്ടറ റോഡ്, വൈപ്പിൻ മുനമ്പം റോഡ്, പൊൻകുന്നം തൊടുപുഴ, വട്ടവട ടോപ്പ് സ്റ്റേഷൻ, മൂന്നാർ റോഡ്, കൊല്ലം ആയൂർ, കായംകുളം തിരുവല്ല KP റോഡ്, അടൂർ തൃക്കുന്നപ്പുഴ തട്ടാരമ്പലം, പന്തളം കൈപ്പൊട്ടൂർ റോഡ്, പുനലൂർ കോന്നി റോഡ്, കോന്നി പ്ലാച്ചേരി റോഡ്, പ്ലാച്ചേരി പൊൻകുന്നം റോഡ്, സേഫ് കോറിഡോർ ഡെമോൺസ്ട്രേഷൻ പ്രോജക്റ്റ്, കഴക്കൂട്ടം അടൂർ ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡ്, പൈനാവ് താന്നിക്കണ്ടം, അശോകവല, അടൂർ ചെങ്ങന്നൂർ എന്നീ റോഡുകൾ വികസിപ്പിക്കുന്നതിനായി 100 കോടി രൂപ വകയിരുത്തുന്നു. കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് 21.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാന പാതകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളുടെ പൂർത്തീകരണം, സംരക്ഷണ പ്രവർത്തനങ്ങൾ, ട്രാഫിക് സേഫ്റ്റി ബോർഡുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ മുതലായി 41 കോടി രൂപ വകയിരുത്തുന്നു. നബാർഡ് വായ്പാധനത്തിലൂടെ പാലങ്ങളും പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് 95 കോടി രൂപ വകയിരുത്തുന്നു. കേന്ദ്ര റോഡ് ആക്ട് 2000 പ്രകാരം സംസ്ഥാന പാതകളുടെ നവീകരണത്തിനായി കേന്ദ്ര റോഡ് ഫണ്ട് വിഹിതമായി 62 കോടി രൂപ വകയിരുത്തുന്നു. സർ, കട്ടപ്പന മുതൽ തേനി വരെ മലയോര പാതയിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി ഒരു തുരങ്കപാത സംബന്ധിച്ചുള്ള സാധ്യതാ പഠനം നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നു. ഇത്തരം ഒരു തുരങ്കപാത വരുന്നതോടുകൂടി 20 കിലോമീറ്റർ ദൂരം ലാഭിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. തുരങ്കപാതയുടെ സാധ്യതാ പഠനത്തിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. കട്ടപ്പന തേനി തുരങ്കപാത. റോഡ് ഗതാഗതം 2026-27 സാമ്പത്തിക വർഷത്തിലെ ഈ മേഖലയ്ക്കുള്ള വിഹിതം മുൻവർഷത്തെ 194.84 കോടിയിൽ നിന്നും 222.1 കോടിയായി വർദ്ധിപ്പിക്കുന്നു. ഇതിൽ KSRTCക്ക് 185.72 കോടി രൂപയും മോട്ടോർ വാഹന വകുപ്പിന് 38.38 കോടി രൂപയും തിരുവനന്തപുരത്തെ ശ്രീ തിരുനാൾ കോളേജിന് 4 കോടി രൂപ ഉൾപ്പെടുന്നു. സർ, 2020 KSRTC 2021 മുതൽ 26 ജനുവരി വരെ ആകെ 662 പുതിയ ബസ്സുകൾ KSRTC 134, സ്വിഫ്റ്റ് 528 നിരത്തിലിറക്കിക്കൊണ്ട് സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനായിട്ട് സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. കാലപ്പഴക്കം ചെന്ന ബസ്സുകളെ കണ്ടം ചെയ്ത് പുതിയ വാങ്ങുന്നതിൻ്റെ ഭാഗമായി ആധുനിക DSL BS6 ബസ്സുകൾ വാങ്ങുന്നതിനുള്ള വിഹിതം 127 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. സർ, കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കുവാനും പ്രതിമാസ പ്രവർത്തന നഷ്ടം കുറയ്ക്കുന്നതിനും KSRTC ചെയ്യുന്ന ധാരാളം പ്രവർത്തനങ്ങളുണ്ട്. KSRTCയുടെ കീഴിലുള്ള നിലവിലെ വാഹനങ്ങളെല്ലാം കൂടുതൽ പ്രവർത്തനക്ഷമമാക്കേണ്ടതുണ്ട്. ഈ നേട്ടം കൈവരിക്കുന്നതിന് വർക്ക്ഷോപ്പ്, ഡിപ്പോകൾ എന്നിവയുടെ ആധുനികവൽക്കരണം എന്ന പദ്ധതിക്ക് 45.72 കോടി രൂപ വകയിരുത്തുന്നു. KSRTC ഗവേണൻസ് പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടുന്നതിന് ആവശ്യമായ സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ പരിഷ്കരണങ്ങൾക്കായി 12 കോടി രൂപ വകയിരുത്തുന്നു. KSRTC ശമ്പളവും പെൻഷനും കൃത്യമായി നൽകുന്നുണ്ട്. എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം ലഭിക്കുന്നു എന്നുള്ളത് മുൻകാല അനുഭവം വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല മെച്ചപ്പെട്ടൊരു കാര്യമാണ് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. സാർ, വിവിധ ബസ് സ്റ്റാൻഡുകൾ മലപ്പുറം, തൃശ്ശൂർ, ഇടുക്കി, എറണാകുളം, ചങ്ങനാശ്ശേരി, കൊട്ടാരക്കര, കായംകുളം, ചെങ്ങന്നൂർ, ആറ്റിങ്ങൽ എന്നിവയുടെ പ്രീഫാബ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. സാർ, മോട്ടോർ വാഹന വകുപ്പിൻ്റെ റോഡ് ഗതാഗത സുരക്ഷാ പ്രവർത്തനങ്ങൾ എന്ന പദ്ധതിക്കായി 18.62 കോടി വെക്കുന്നു. ഉൾനാടൻ ജലഗതാഗതം ഒരു മൾട്ടി മോഡൽ ഗതാഗത ശൃംഖല വികസിപ്പിക്കുക എന്നത് സംസ്ഥാനത്തിന് പ്രധാന കാഴ്ചപ്പാടാണ്. നമ്മുടെ ജലചാലുകളുടെയും നാവിഗേഷൻ വികസിപ്പിക്കുന്നതിനും മെച്ചപ്പെടുന്നതിനും കേരളം മുൻഗണന നൽകിയിട്ടുണ്ട്. കൂടുതൽ യാത്രക്കാരെയും ചരക്ക് ഗതാഗതവും ആകർഷിക്കുന്നതിനായി വെസ്റ്റ് കോസ്റ്റ് കനാൽ പൂർത്തീകരണത്തിന് പ്രാധാന്യം നൽകുന്നു. 138 കോടി രൂപ ഇതിനായിട്ട് മാറ്റിവെക്കുന്നു. ജലഗതാഗത വ്യവസ്ഥനായി 33.11 കോടി രൂപയും ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് കോർപ്പറേഷന് വേണ്ടി 9.76 കോടി രൂപയും കോസ്റ്റൽ ഷിപ്പിങ്ങിന് 95.27 കോടി രൂപയും മാറ്റിവെക്കുന്നു. ജലഗതാഗതത്തിൻ്റെ പുതിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനും ഇന്ധനക്ഷമതയുള്ള പുതിയ വെസലുകൾ വാങ്ങുന്നതിനും 28.11 കോടി രൂപ മാറ്റിവെക്കുന്നു. ഉൾനാടൻ കനാലുകളുടെ കനാൽ പദ്ധതിയുടെ സംസ്ഥാന മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങൾക്ക് 70.8 കോടി രൂപ മാറ്റിവെക്കുന്നു. ഫീഡർ കനാലുകളുടെ വികസനത്തിന് 23 കോടി രൂപയും തീരദേശ ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷന് 95.27 കോടി രൂപയും മാറ്റിവെക്കുന്നു. സർ, മറ്റ് ഗതാഗത സർവീസുകൾ. സർ, കൊച്ചി മെട്രോ രണ്ടാം ഘട്ടത്തിലുള്ള EAP ഘടകമായി 79.03 കോടി രൂപ മാറ്റിവെക്കുന്നു. EAP വിഹിതമായി
സാർ, നഗര മൊബിലിറ്റി പ്രദേശങ്ങളിലെ ഗതാഗത വികസനം, പ്രവർത്തനം, പരിപാലനം, നിരീക്ഷണം, മേൽനോട്ടം എന്നിവയ്ക്കായുള്ള ഉത്തരവാദിത്തപ്പെട്ട ഏകോപന അതോറിറ്റിയായ കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് 3 കോടി മാറ്റിവെക്കുന്നു. ശബരിമല ഗ്രീൻഫീൽഡ് പ്രവർത്തനങ്ങൾക്കായിട്ട് ഈ വർഷം 4.96 കോടി രൂപ മാറ്റിവെക്കുന്നു. സാർ, വിനോദസഞ്ചാരം. സാർ, കേരളം സന്ദർശിക്കുന്ന വിദേശ സഞ്ചാരികളുടെ എണ്ണം 2023 6.5 ലക്ഷത്തിൽ നിന്നും 6.5 ലക്ഷത്തിൽ നിന്നും 2024 7 ലക്ഷമായിട്ട് ഉയർന്നു. പൈതൃക സാംസ്കാരിക ടൂറിസത്തിൻ്റെ പ്രചരണം, ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതികൾ, ഡിസൈൻ പോളിസിയുടെ നടപ്പാക്കൽ, ടൂറിസം ഹബ്ബുകളുടെ വികസനം, മാർക്കറ്റിംഗ്, ഉത്തരവാദിത്ത ടൂറിസം എന്നിവയാണ് 2026-27 ബജറ്റിലെ പ്രധാന മുൻഗണനാ മേഖലകൾ. വിനോദസഞ്ചാര മേഖലയുടെ വിഹിതം മുൻവർഷം 385.02 കോടി രൂപയായിരുന്നത് 413.52 കോടിയായി വർദ്ധിപ്പിക്കുന്നു. സാർ, ടൂറിസം മേഖലയുടെ വികസനത്തിന് ടൂറിസം സർക്യൂട്ടുകൾക്ക് അനന്ത സാധ്യതകളാണുള്ളത്. ടൂറിസം സർക്യൂട്ടുകൾ വികസിപ്പിക്കുന്നതിനായി സർക്കാർ പുതിയ പദ്ധതി പ്രഖ്യാപിക്കുന്നു. ഇതിൻ്റെ ആദ്യഘട്ടമായി കണ്ണൂരിലെ ധർമ്മടത്തിന് ചുറ്റും ഒരു സംയോജിത ബ്ലൂ ഗ്രീൻ ഇൻ്റഗ്രേറ്റഡ് ടൂറിസം സർക്യൂട്ട് സ്ഥാപിക്കും. ധർമ്മടം നദി ക്രൂയിസ് സർക്യൂട്ട്, ധർമ്മടം ദ്വീപ് വയോബ് റിസർവ്, വാക്കിംഗ് മ്യൂസിയം, മാൻഗ്രോവ് ഇൻഫർമേഷൻ സെൻറ്റർ എന്നുൾപ്പെടുന്ന ഈ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 2 കോടി രൂപ വകയിരുത്തുന്നു. കൊല്ലം ബയോഡൈവേഴ്സിറ്റി സർക്യൂട്ടിൻ്റെയും മലബാർ സർക്യൂട്ടിൻ്റെയും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങൾക്ക് 85 കോടി രൂപ ആയിട്ട് വർദ്ധിപ്പിക്കുന്നു. റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ 20 കോടി രൂപ നൽകുന്നു. കേരളത്തിലെ പരമ്പരാഗത ഉത്സവങ്ങൾ, സാംസ്കാരിക പരിപാടികൾ തുടങ്ങി ആകർഷമാക്കുന്നതിൻ്റെ ഭാഗമായി പൈതൃകം, പരിസ്ഥിതി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണത്തിനും പ്രോത്സാഹന പദ്ധതിക്ക് 29 കോടി രൂപ വകയിരുത്തുന്നു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് നവീകരിക്കുന്നതിനായി 159 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ബേപ്പൂർ, ഉരു, കൊച്ചി ഹെറിറ്റേജ് എന്നീ പുതിയ പ്രൊജക്റ്റുകൾക്ക് 5 കോടി രൂപ വീതം വകയിരുത്തുന്നു. കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ 14.1 കോടി രൂപ വകയിരുത്തുന്നു. വിനോദസഞ്ചാര മേഖലയിൽ ഉൽപ്പന്നങ്ങളും പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കുന്നതിനായി സ്വകാര്യ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് സബ്സിഡി ഇൻസെൻറ്റീവുകൾ നൽകുന്ന പദ്ധതിക്ക് 13.5 കോടി രൂപ വകയിരുത്തുന്നു. കുമരകം ടൂറിസം വികസനത്തിൻ്റെ ഭാഗമായി ഹെലിപോർട്ട് നിർമ്മിക്കുന്നതിന് 5 കോടി രൂപയും പീച്ചി ടൂറിസം പദ്ധതി PPP മോഡലിൽ വികസനം നടത്തുന്ന പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ഉള്ള പഠനത്തിനായി 1 കോടി രൂപയും വകയിരുത്തുന്നു. നമ്മുടെ സമ്പന്നമായ പൈതൃകം സംരക്ഷിക്കുന്ന മുസിറിച്ച് ഹെറിറ്റേജ് സ്പൈസസ് റോഡ് പദ്ധതി, റിവർ ക്രൂയിസ് ഹെറിറ്റേജ് പദ്ധതി എന്നിവയ്ക്ക് 14 കോടി രൂപയും കൊച്ചിൻ വൈപ്പിൻ മേഖലയിൽ ഓഷനറിയം പദ്ധതിയുടെ പഠനത്തിന് 1 കോടി രൂപയും വകയിരുത്തുന്നു. ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ മാതൃകയിൽ ആരംഭിച്ച ചാമ്പ്യൻസ് ബോട്ട് ലീഗ് സംസ്ഥാനത്ത് 14 സ്ഥലങ്ങളിൽ നടത്തുന്നതിനായി 10.46 കോടി രൂപ വകയിരുത്തുന്നു. കൊല്ലം ജില്ലയുടെ ടൂറിസം വികസിപ്പിക്കുന്നതിനും അറബിക്കടലിലൂടെ ആഗോള ടൂറിസം ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്നതിനും കൊല്ലത്തൊരു മറീന നിർമ്മിക്കാൻ ആരംഭിച്ച പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി 6 കോടി രൂപയും അഷ്ടമുടി കായലിന് ചുറ്റും സൈക്കിൾ ട്രാക്ക് വികസിപ്പിക്കാൻ 10 കോടി രൂപയും മൺട്രോത്തുരുത്തിലെ ടൂറിസം വികസനത്തിനായി 5 കോടി രൂപയും കൊല്ലം വേഷനിലയത്തിന് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന് 10 കോടി രൂപയും വകയിരുത്തുന്നു. സാർ, തീർത്ഥാടന ടൂറിസം. 447 വർഷം പഴക്കമുള്ള കോട്ടയം ചെറിയപള്ളി മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ്. കോട്ടയം ചെറിയപള്ളിയെ തീർത്ഥാടന ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗകര്യം വികസിപ്പിക്കുന്നതിന് 2 കോടി രൂപ വകയിരുത്തുന്നു. കട്ടപ്പന കല്യാണത്തുണ്ട് പദ്ധതിയെ ടൂറിസം ഹബ്ബാക്കി മാറ്റുന്ന അഞ്ചുരുളി ടൂറിസം വികസനത്തിന് ആവശ്യമായ പണം അനുവദിക്കുന്നു. സാർ, മങ്ങാട്ടുപാറ സോഫ്റ്റ് അഡ്വഞ്ചർ ടൂറിസം പദ്ധതിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പ്രവർത്തനം നടത്താനായിട്ട് 1 കോടി രൂപ മാറ്റിവെക്കുന്നു പ്രാഥമിക പ്രവർത്തനങ്ങളായിട്ട്. സാർ, ശാസ്ത്ര സേവനങ്ങളും ഗവേഷണവും. സുശക്തമായ ഒരു ശാസ്ത്ര സാങ്കേതിക മേഖല വാർത്തെടുക്കാനുള്ള പദ്ധതികളാണ് കഴിഞ്ഞ 5 വർഷമായി സംസ്ഥാന സർക്കാർ നടപ്പാക്കി വരുന്നത്. ഈ മേഖലയ്ക്കുള്ള ആകെ വിഹിതം 228.83 കോടിയിൽ നിന്നും 260.78 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. സാർ, കേരളത്തിൻ്റെ ശക്തമായ വിദ്യാഭ്യാസ അടിത്തറ, വൈവിധ്യമാർന്ന ജൈവവൈവിധ്യം, പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള പ്രതിബദ്ധത എന്നിവ പ്രയോജനപ്പെടുത്തി സുസ്ഥിര വികസനത്തിനുള്ള ഒരു സ്ഥാപനം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന പേരിൽ കണ്ണൂരിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായിട്ട് 2.5 കോടി രൂപ മാറ്റിവെക്കുന്നു. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പ്രവർത്തനങ്ങൾക്കായിട്ട് 102.78 കോടി രൂപ മാറ്റിവെക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജിക്ക് 60 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. ക്യാൻസർ സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പുലിയനാർകോട്ടയിലെ പുതിയ ക്യാമ്പസ് ഉൾപ്പെടെ ഉള്ള പ്രവർത്തനത്തിൽ 90 കോടി രൂപ വകയിരുത്തുന്നു. സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിന് 8 കോടി രൂപ. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച് വാണിജ്യാടിസ്ഥാനത്തിൽ ആരോഗ്യ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി രൂപീകരിക്കുന്നതിനായി 20 കോടി രൂപ വകയിരുത്തുന്നു. സാർ, വൈവിധ്യ ബോർഡിന് 13 കോടി രൂപയും മലിനീകരണ നിയന്ത്രണ ബോർഡിന് 3 കോടി രൂപയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ മിഷന് 1 കോടി രൂപയും ജൈവവൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ 13 കോടി രൂപയും മാറ്റിവെക്കുന്നു. സാർ, പൊതുവിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസ മേഖലകൾ ബജറ്റ് വിഹിതത്തിലും വിനിയോഗത്തിലും വൻ വർധനമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സമീപ വർഷങ്ങളിൽ ബജറ്റ് വിഹിതത്തേക്കാൾ കൂടുതൽ തുക ചെലവഴിക്കാൻ സാധിച്ചു എന്നത് കാര്യക്ഷമമായി പദ്ധതികൾ നടപ്പിലാക്കുന്നതിലെ മികവിനെയും വിദ്യാഭ്യാസ മേഖലയ്ക്ക് സർക്കാർ നൽകുന്ന മുൻഗണനയുമാണ് സൂചിപ്പിക്കുന്നത്. അഖിലേന്ത്യാ തലത്തിൽ സ്കൂൾ വിദ്യാഭ്യാസ ഗുണമേന്മാ സൂചികയിലടക്കം എല്ലാ ഘടകങ്ങളും കേരളം മുന്നിലെത്തി. സർ, കേരളം ഒരു ദശാബ്ദത്തിനിടെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയ്ക്കായി അനുവദിച്ച
8719.14 കോടി രൂപയിൽ 8020 കോടി രൂപയും ചെലവഴിക്കാൻ സാധിച്ചു കഴിഞ്ഞു. ഈ നേട്ടങ്ങൾ നിലനിർത്തുന്ന നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി പിന്തുണാ പ്രവർത്തനങ്ങൾ തുടരുന്നതിന് 1128.71 കോടി രൂപ വകയിരുത്തുന്നു. അടിസ്ഥാന സൗകര്യ വികസനം. സർ, കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി സർക്കാർ നടപ്പിലാക്കിയ ലക്ഷ്യാധിഷ്ഠിത നിക്ഷേപത്തിലുള്ള ഫലമായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞു. കിഫ്ബി മുഖേന 2565 കോടി രൂപയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിച്ചത്. പ്രൈമറി, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ മേഖലയ്ക്കായി 167 കോടി രൂപ പദ്ധതിയിൽ വകയിരുത്തുന്നു. തടസ്സരഹിത വിദ്യാഭ്യാസത്തിനായി 11 കോടി, അക്കാഡമിക് നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് 56.25 കോടി രൂപ വകയിരുത്തുന്നു. സാർ, വിദ്യാഭ്യാസ രംഗത്ത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നതിനായി പ്രത്യേക ഫണ്ടുകളും കർമ്മപദ്ധതികളും സർക്കാർ നൽകി വരുന്നുണ്ട്. ഈ പരിപാടികൾ തുടരുന്നതിനായി ആകെ 102.64 കോടി രൂപ. അധ്യാപകരുടെ ശാക്തീകരണത്തിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. സ്കൂൾ സൗകര്യങ്ങൾ, സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ, മാലിന്യ സംസ്കരണത്തിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. ആധുനികവൽക്കരണ പാതയിൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് 42 കോടി രൂപ വകയിരുത്തുന്നു. സാർ, സൗജന്യ യൂണിഫോം വിതരണ പദ്ധതിക്കായി 150.34 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ എയ്ഡഡ് സർക്കാർ യു പി സ്കൂളുകളിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും 2 ജോഡി സൗജന്യ കൈത്തറി യൂണിഫോം നൽകുന്നതിനുള്ള കൈത്തറി ഡയറക്ടറേറ്റിന്റെ പദ്ധതിക്കായുള്ള 70 കോടി രൂപയും ഉൾപ്പെടും. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് പരിചരണം നൽകുന്ന സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കായി 62 കോടി രൂപ വകയിരുത്തുന്നു. ഹയർ സെക്കൻഡറി തലത്തിൽ, സ്കൂൾ തലത്തിലും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യം വെച്ചുകൊണ്ട് BPL വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നതിനുള്ള പദ്ധതിക്കായി 7.9 കോടി രൂപയും, സർക്കാർ കെട്ടിടങ്ങളിലെ ബഹുനില കെട്ടിടങ്ങൾക്ക് 74 കോടി രൂപയും, CH മുഹമ്മദ് കോയ മെമ്മോറിയൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെന്റലി ചലഞ്ചിന് 10.1 കോടി രൂപയും മറ്റും. സാർ, സമഗ്ര ശിക്ഷയുടെ സംസ്ഥാന വിഹിതമായ 55 കോടി, സമഗ്ര ശിക്ഷ പ്രൊജക്ട് മുഖേന നടപ്പിലാക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾക്കായി 23 കോടി രൂപയും മാറ്റിവെക്കുന്നു. പട്ടികവർഗ വിഭാഗത്തിലും മറ്റ് പിന്നോക്ക വിഭാഗത്തിലുള്ള കുട്ടികളുടെ പഠന തുടർച്ച, വിദ്യാഭ്യാസം ഗുണമേന്മ ഉറപ്പാക്കൽ തുടങ്ങി ഈ വിദ്യാർത്ഥികൾ നേരിടുന്ന വിവിധ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിന് 14.5 കോടി രൂപ മാറ്റിവെക്കുന്നു. സാർ, കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി കേരളത്തിൽ 8 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലായി 45,000 ക്ലാസ് മുറികളെ സാങ്കേതിക സൗഹൃദമുള്ളതായി മാറ്റിയിട്ടുണ്ട്. പ്രാഥമിക സ്കൂളുകളിൽ കമ്പ്യൂട്ടർ ലാബുകളും സ്ഥാപിച്ചിട്ടുണ്ട്. രാജ്യത്ത് ആദ്യമായി സംസ്ഥാന സ്കൂൾ പദ്ധതിയിൽ കൃത്രിമ ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടുത്തുകയും കഴിഞ്ഞ വർഷം വിന്യസിച്ച 9,000 കിറ്റുകൾക്ക് പുറമെ 20,000-ൽ അധികം റോബോട്ടിക് കിറ്റുകൾ സ്കൂളുകളിലേക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. IT അധിഷ്ഠിത പ്രവർത്തനങ്ങൾ തുടർന്ന് ശക്തിപ്പെടുത്തുന്നതിനായി കൈറ്റിന് 38.5 കോടി രൂപ വകയിരുത്തുന്നു. മിഡ് ഡേ മീൽ പദ്ധതികൾക്ക് കേന്ദ്രം നൽകുന്ന വിഹിതം മതിയാകാത്ത സാഹചര്യത്തിൽ സംസ്ഥാന വിഹിതമായ 150 കോടി രൂപയ്ക്ക് പുറമെ 260.66 കോടി രൂപ കൂടി മാറ്റിവെച്ചിട്ടുണ്ട്. ആകെ 410.66 കോടി രൂപ മിഡ് ഡേ മീൽ പദ്ധതിക്കും അനുബന്ധ പോഷകാഹാരത്തിനുമായി പ്രത്യേകിച്ച് SC/ST വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ മുൻനിർത്തി വകയിരുത്തുന്നു. സാർ, ഡിജിറ്റൽ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. സ്പോർട്സ് സ്കൂളുകൾക്കായി പ്രത്യേക പാഠ്യപദ്ധതി രൂപീകരിക്കുന്ന പ്രക്രിയ SCRT ആരംഭിച്ചിട്ടുണ്ട്. SCRTയുടെ പ്രവർത്തനങ്ങൾക്കായി 21.25 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ഉന്നത വിദ്യാഭ്യാസം. സാർ, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നയപരമായ വലിയ മാറ്റങ്ങളും സ്ഥാപനങ്ങളുടെ വിപുലീകരണവും നടപ്പിലായി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് 2016-17 കാലയളവിന് ശേഷം ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രത്യേക ശ്രദ്ധയും വർദ്ധിച്ച പദ്ധതി വിഹിതം നൽകി വരുന്നുണ്ട്. അതിൻ്റെ ഗുണഫലങ്ങൾ നമ്മുടെ സർവകലാശാലയുടെ ദേശീയ റാങ്കിലെയും അക്രഡിറ്റേഷനിലെയും മുന്നേറ്റത്തിൽ നിന്ന് വ്യക്തമാണ്. സർവകലാശാല ഭരണത്തെ കലുഷിതമാക്കാനുള്ള ശ്രമങ്ങൾക്കിടയിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കുന്നതിനും 4 വർഷ ബിരുദ കോഴ്സുകൾ പ്രാവർത്തികമാക്കുന്നതിനും 851.46 കോടി രൂപ നീക്കിവെക്കുന്നു. ഇത് മുൻവർഷത്തേക്കാൾ 8.67% അധികമാണ്. സാർ, ദേശീയ തലത്തിലുള്ള NIRF റാങ്കിങ്ങിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മികച്ച പ്രകടനം തുടരുന്നു. രാജ്യത്തെ മികച്ച 100 കോളേജുകളിൽ 18 എണ്ണം കേരളത്തിൽ നിന്നുള്ളവയാണ്. സർവകലാശാല വിഭാഗത്തിൽ കേരള, മഹാത്മാഗാന്ധി, കുസാറ്റ് എന്നീ സർവകലാശാലകൾ ആദ്യ 50 സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചു. കേരള സർവകലാശാല NAC A++ ഗ്രേഡ് കരസ്ഥമാക്കി. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പോയിന്റ് നേടിയ സർവകലാശാലയായി. NIRF 2025 സംസ്ഥാന പൊതു സർവകലാശാലയിൽ 5ാം സ്ഥാനവും സർവകലാശാല യോഗത്തിൽ 21ാം സ്ഥാനവും നേടി. സാർ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സർവകലാശാലകളുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് 259.09 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ലൈബ്രറിയന്മാരുടെ പ്രതിമാസ അലവൻസ്
കുറേ കാലമായി പരിഷ്കരിച്ചിട്ടില്ല. അതുകൊണ്ട് ലൈബ്രറി കൗൺസിലുമായി ബന്ധപ്പെട്ട ലൈബ്രറിയന്മാരുടെ പ്രതിമാസ അലവൻസിൽ 1000 രൂപയുടെ വർധനവ് വരുത്തുന്നു. സാർ, പത്രപ്രവർത്തകരുടെ പെൻഷൻ നേരത്തെ വർദ്ധിപ്പിച്ചതിന് ശേഷം പിന്നെ ഇപ്പോൾ വീണ്ടും 1500 രൂപ വെച്ച് വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അതോടുകൂടി 13,000 രൂപ ആ പെൻഷനായി വർദ്ധിക്കും പത്രപ്രവർത്തക പെൻഷൻ. പൊതു ഹോസ്റ്റൽ സൗകര്യങ്ങളും സ്കോളർഷിപ്പുകളും. സാർ, താമസ സൗകര്യമില്ലാത്തതിനാൽ ഒരു വിദ്യാർത്ഥിക്ക് ഉന്നത വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടരുത് എന്ന ലക്ഷ്യത്തോടുകൂടി പൊതു ഹോസ്റ്റൽ പദ്ധതി ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് ജില്ലകളിലാണ് ഇത് നടപ്പിലാക്കുന്നത്. പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. സാർ, വിവിധ ഫെലോഷിപ്പുകൾ ഒക്കെ ഉൾപ്പെടുത്തുന്നതിനകത്ത് സർവകലാശാലയിലും ഉന്നത വിദ്യാഭ്യാസത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ സമയ PhD ഗവേഷകർക്ക് മറ്റ് ഫെലോഷിപ്പുകൾ കിട്ടാത്തവർക്ക് പ്രതിമാസം 15,000 രൂപ നിരക്കിൽ ഫെലോഷിപ്പ് നൽകും. ഇതൊരു പുതിയ പദ്ധതിയാണ്. ഇത് ഗവേഷണ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വലിയ പദ്ധതിയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് സ്കോളർഷിപ്പ് ഫെലോഷിപ്പ് പദ്ധതിക്കായിട്ട് 38.76 കോടി രൂപ വകയിരുത്തുന്നു. സാങ്കേതിക വിദ്യാഭ്യാസവും ഗവേഷണവും 295 കോടി ഈ മേഖലയ്ക്കായി മാറ്റിവെക്കുന്നു. IHRDക്കായി 40 കോടിയും ട്രസ്റ്റ് പാർക്കിനായി 4 കോടിയും LBSനും 9.58 കോടി രൂപയും സർക്കാർ പോളിടെക്നിക്കുകൾക്ക് 49 കോടി രൂപയും ടെക്നിക്കൽ ഹൈസ്കൂളുകൾക്ക് 11.5 കോടി രൂപയും മാറ്റിവെക്കുന്നു. സാർ, ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ റിപ്പോർട്ടുകൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി 10 മികവിൻ്റെ കേന്ദ്രങ്ങൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ്. ഇവയിൽ 5 സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. പ്രസ്തുത പ്രവർത്തനങ്ങൾക്കായി 12 കോടി വകയിരുത്തുന്നു. സർവകലാശാലയിലെ അക്കാഡമിക് പ്രവർത്തനങ്ങൾ മികവുറ്റതാക്കാനുള്ള ഡിജിറ്റൽ മാനേജ്മെൻറ്റ് സംവിധാനം എല്ലാ സർവകലാശാലയിലും വ്യാപിപ്പിക്കുന്നതിനായി 2 കോടി രൂപ കെയറീപ്പ് എന്ന പദ്ധതിക്കായിട്ട് വകയിരുത്തുന്നു. സാർ, ശാസ്ത്രം കൂടുതൽ ജനകീയമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾക്കായിട്ട് 30.70 കോടി രൂപ വകയിരുത്തുന്നു. ഞാൻ ആ സ്ഥലങ്ങളെല്ലാം വായിക്കുന്നില്ല. സർക്കാർ നിയമപഠന കോളേജുകൾക്ക് പ്രവർത്തനങ്ങൾക്കായി 16.7 കോടി രൂപ മാറ്റിവെക്കുന്നു. കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന് 22 കോടി രൂപ മാറ്റിവെക്കുന്നു. അസാപ്പിന് 35.3 കോടി രൂപ മാറ്റിവെക്കുന്നു. KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ പ്രവർത്തനങ്ങൾക്ക് 11.5 കോടി രൂപ മാറ്റിവെക്കുന്നു. PG സംസ്കൃതി കേന്ദ്രത്തിന് 2 കോടി രൂപ വകയിരുത്തുന്നു. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കോളേജുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് മറ്റ് ഭൗതിക മാനവ വികസന പരിപാടികൾക്ക് പദ്ധതിയായിട്ട് 104 കോടി രൂപ വകയിരുത്തുന്നു. സാർ, കലയും സംസ്കാരവും. സാംസ്കാരിക കാര്യ വകുപ്പിന് കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങൾ കേരളത്തിൻ്റെ കലയും സാംസ്കാരിക പൈതൃകവും വളർത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും ശ്രദ്ധേയമായ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത്. കലാ സാംസ്കാരിക മേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതത്തിൽ 30% വർധനവ് വരുത്തുന്നു. ഡയമണ്ട് ജൂബിലി ഫെലോഷിപ്പ് പദ്ധതി വിജയകരമായി മുന്നോട്ട് പോകുന്നതിനായി 13 കോടി രൂപ വകയിരുത്തുന്നു. സാംസ്കാരിക കേരളം സ്മൃതി മന്ദിരം. സാർ, കേരളത്തിൻ്റെ വൈവിധ്യമാർന്ന സാംസ്കാരിക മേഖലകളിൽ സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകിയ അന്തരിച്ച പ്രശസ്ത കലാകാരന്മാരുടെ സ്മരണയ്ക്കായി അത്യാധുനിക സ്മാരക മ്യൂസിയമായും സാംസ്കാരിക സ്മൃതി മന്ദിരം സ്ഥാപിക്കും. വെറുമൊരു സ്മാരകത്തിനപ്പുറം കേരളത്തിൻ്റെ കലാപരമായ പൈതൃകം വരും തലമുറകൾക്കായി സംരക്ഷിക്കുകയും വ്യാഖ്യാനിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സജീവമായ ഒരു സാംസ്കാരിക ആയിട്ടായിരിക്കും ഈ മ്യൂസിയം പ്രവർത്തിക്കുക. ഈ സ്ഥാപനത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായിട്ട് 5 കോടി രൂപ വകയിരുത്തുന്നു. പെരളശ്ശേരി സാംസ്കാരിക ഇടനാഴി. സാർ, തിരുവനന്തപുരത്തെ മാനവീയ മാതൃകയിൽ പെരളശ്ശേരിയിൽ ഒരു സ്ഥിരം ജീവിത സാംസ്കാരിക ഇടനാഴി സ്ഥാപിക്കും. തെയ്യം മുതൽ ഫോക്ലോർ കലാരൂപങ്ങൾ എന്നിവയ്ക്കുള്ള ഓപ്പൺ എയർ സ്റ്റേജ്, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾക്കുള്ള മാർക്കറ്റുകൾ, ലിറ്റററി കോർണർ എന്നിവയുണ്ടാവും. ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായിട്ട് 2.5 കോടി രൂപ മാറ്റിവെക്കുന്നു. സാർ, MD മെമ്മോറിയൽ സാംസ്കാരിക കേന്ദ്രം. MD മെമ്മോറിയൽ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. MDയുടെ മലയാള ഭാഷയുടെ ചരിത്രത്തിലും സംസ്കാരത്തിലും കേന്ദ്രീകരിക്കുകയും MD വാസുദേവൻ നായരുടെ സാഹിത്യ സംഭാവനകളിലേക്കും പ്രവർത്തനത്തിലേക്കും വെളിച്ചം വീശുകയും ചെയ്യുന്നതായിരിക്കും ഈ പദ്ധതി. ആദ്യഘട്ടം നടപ്പിലാക്കുന്നതിന് വേണ്ടി നേരത്തെ വെച്ച പണം കൂടാതെ 1.5 കോടി രൂപ കൂടി ഈ വർഷം വകയിരുത്തുന്നു. സാർ, സൗത്ത് സോൺ കൾച്ചറൽ സെൻറ്റർ പിണറായി ഒരു ബഹുമുഖ സാംസ്കാരിക കേന്ദ്രമായിട്ടാണ് സൗത്ത് കോൺ കൾച്ചറൽ സെൻറ്റർ വിഭാവനം ചെയ്തിരിക്കുന്നത്. പ്രാദേശികമായ കലകളെയും കരകൗശല വിദ്യകളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം കലാപ്രകടനങ്ങൾക്കും പരിശീലനങ്ങൾക്കും ശില്പശാലകൾക്കും കലാകാരന്മാർ തമ്മിലുള്ള സംവാദങ്ങൾക്കുമായി പ്രത്യേക ഇടങ്ങൾ ഒരുക്കി സാംസ്കാരിക വിനിമയം സുഗമമാക്കുകയാണ് ഈ കേന്ദ്രം ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിക്കായിട്ട് 1 കോടി രൂപ വകയിരുത്തുന്നു. ജില്ലാതല പുരാവസ്തു പൈതൃക മ്യൂസിയം പദ്ധതിക്കായിട്ട് 5 കോടി രൂപ വകയിരുത്തുന്നു. കേരള സംസ്ഥാന പുരാരേഖ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് 10 കോടി രൂപ വകയിരുത്തുന്നു. AKG മ്യൂസിയത്തിൽ പ്രദർശന വസ്തുക്കൾ ഒരുക്കുന്നതിനും ലാൻഡ്സ്കേപ്പിങ്ങിനും വാർഷിക പരിപാലനത്തിനായി 4.5 കോടി രൂപ വകയിരുത്തുന്നു. കണ്ണൂരിലെ തളിപ്പറമ്പിൽ മൃഗശാല സഫാരി പാർക്ക് സ്ഥാപിക്കുന്നതിനായി 2026-27 സാമ്പത്തിക വർഷം 4 കോടി രൂപ കൂടി വകയിരുത്തുന്നു. കൊല്ലത്തെ ഹിസ്റ്ററി ആൻഡ് മാരിടൈം മ്യൂസിയത്തിന് 3 കോടി രൂപ വകയിരുത്തുന്നു. അയ്യങ്കാളി പഠന കേന്ദ്രത്തിന് 1.5 കോടി രൂപ വകയിരുത്തുന്നു. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 24 കോടി രൂപ വകയിരുത്തുന്നു. വനിതാ സംവിധായകർക്ക് ഫീച്ചർ ഫിലിമുകളുടെ നിർമ്മാണത്തിന് സഹായം നൽകുന്നതിന് 7 കോടി രൂപ വിഹിതം 7 കോടി രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്നു. കേരള സംഗീത നാടക അക്കാദമിക്ക് 13 കോടി രൂപ.
സർ, ഇസ്ലാമിക പണ്ഡിതനും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന ഷൈഖ് സൈനുദ്ദീൻ മക്കൂം രണ്ടാമൻ്റെ പേരിൽ ഒരു ചരിത്ര ഗവേഷണത്തിനായിട്ടുള്ള സെന്റർ പൊന്നാനിയിൽ സ്ഥാപിക്കുന്നതിനായിട്ട് 3 കോടി രൂപ വകയിരുത്തുന്നു. കേരള ലളിതകലാ അക്കാദമിക്ക് 7.5 കോടി രൂപ, കേരള നടൻ കലാ അക്കാദമിക്ക് 5 കോടി രൂപ, ചലച്ചിത്ര അക്കാദമിക്ക് 16 കോടി രൂപ, കലാമണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് 27.5 കോടി രൂപ ഇങ്ങനെ പണം വകയിരുത്തുന്നു. സർ, ഉത്കൃഷ്ടരായ കലാസാഹിത്യ വ്യക്തികളുടെ സ്മാരകങ്ങൾക്കുള്ള സഹായമായി 5 കോടി രൂപ വകയിരുത്തുന്നു. മഴമിഴി പദ്ധതിക്ക് 2 കോടി രൂപയും കലാകാരന്മാർക്കുള്ള ഉപജീവനം റൂറൽ ആർട്ട് ക്ലബ്ബുകൾക്കായിട്ട് 5 കോടി രൂപയും വകയിരുത്തുന്നു. സർ, കായംകുളത്ത് തോപ്പിൽ ബാസി, തൃശ്ശൂരിൽ PJ ആന്റണി, കണ്ണൂരിൽ KT മുഹമ്മദ് എന്നീ നാടക ഇതിഹാസങ്ങളെ ആദരിക്കാൻ കോഴിക്കോട് സ്ഥിരം നാടക ഇതിഹാസങ്ങളെ കോഴിക്കോടാണ്, അത് കറക്ഷൻ ഉണ്ട്. KT മുഹമ്മദ് എന്നീ നാടക ഇതിഹാസങ്ങളെ ആദരിക്കാൻ സ്ഥിരം നാടക തിയേറ്ററുകൾ നിർമ്മിക്കുവാൻ നാടകഗ്രഹം എന്ന പുതിയ പദ്ധതിക്കായി 2.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, മ്യൂസിയം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാഴികക്കല്ല് പിന്നിട്ടുകൊണ്ടാണ് കണ്ണൂരിലെ കൈത്തറി മ്യൂസിയം, തെയ്യം മ്യൂസിയം, വയനാട് ഹെറിറ്റേജ് മ്യൂസിയം എന്നീ പുതിയ മ്യൂസിയം പദ്ധതികളുടെ നിർമ്മാണം പൂർത്തിയാക്കി അവ പൊതുജനങ്ങൾക്കായി ഔദ്യോഗികമായി തുറന്നു കൊടുത്തിട്ടുണ്ട്. മ്യൂസിയം ആൻഡ് മൃഗശാല വകുപ്പ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് 36.2 കോടി രൂപ വകയിരുത്തുന്നു. മാറിവേനസ് മ്യൂസിയത്തിന് 1.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, പുരാരേഖ പഠന ഗവേഷണ കേന്ദ്രം. കേരളത്തിലെ സംസ്ഥാന പുരാരേഖ വകുപ്പ് കേരള സർവകലാശാലയെ സഹകരിച്ച് തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ ഒരു അന്താരാഷ്ട്ര പുരാരേഖ പൈതൃക കേന്ദ്രവും അന്താരാഷ്ട്ര ഗവേഷണ കേന്ദ്രവും സ്ഥാപനവും സജ്ജമാക്കുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഗവേഷണ സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഈ ആധുനിക സ്ഥാപനം പുരാരേഖ പഠന മേഖലയിലെ ആശയവിനിമയങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഈ ഗവേഷണ കേന്ദ്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. സർ, കായികവും യുവജന ക്ഷേമവും. ഈ സർക്കാർ ഉയർന്ന മുൻഗണന നൽകി വരുന്ന മേഖലകൾ ഒന്നാണ് കായികവും യുവജനകാര്യവും. കായിക യുവജനകാര്യ വകുപ്പിന്റെ പദ്ധതി വിഹിതത്തിൽ സർ 51.90% വർധനവ് വരുത്തിക്കൊണ്ട് 220.86 കോടി രൂപ വകയിരുത്തുന്നു. കായിക അടിസ്ഥാന സൗകര്യ വികസനം. പുതിയ കായിക സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനും നിലവിലുള്ള മികച്ച രീതിയിൽ നിലനിർത്തുന്നതിനായി 30.5 കോടി രൂപ വകയിരുത്തുന്നു. ഒരു പഞ്ചായത്ത് ഒരു കളിസ്ഥലം എന്ന പദ്ധതി തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് 28 വിഹിതം വർദ്ധിപ്പിച്ച് 28 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ഇന്ത്യ ആതിഥേയത്വം വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന 2036 ഒളിമ്പിക്സ് ഗെയിംസിൽ പങ്കെടുക്കാൻ അത്ലറ്റുകളെ സജ്ജമാക്കുക എന്ന ദീർഘകാല ദർശനത്തോടെ കോളേജ് തലത്തിൽ യുവ കായിക പ്രതിഭകളെ കണ്ടെത്തി പരിപോഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത പുതിയ സംരംഭമാണ് കോളേജ് സ്പോർട്സ് ലീഗ്. മത്സര കായിക ഇനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് അർത്ഥവത്തായ ജീവിതാനുഭവങ്ങൾ നൽകുക എന്നാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. ഇതിനായി 2 കോടി രൂപ വകയിരുത്തുന്നു. ശാസ്ത്രീയ അത്ലറ്റുകൾ പിന്തുണയും ആധുനിക വൈദ്യസഹായവും നൽകുന്നതിനായി ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന സ്പോർട്സ് സയൻസ് ആൻഡ് ടെക്നോളജി പ്രയോജനപ്പെടുത്തുന്ന പദ്ധതിക്ക് 6.9 കോടി രൂപ വകയിരുത്തുന്നു. ഭിന്നശേഷിക്കാർക്കുള്ള കായിക പരിപാടികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർ പാരാ ഒളിമ്പിക്സ് സംഘടിപ്പിക്കുന്നതിനായി പുതിയ പദ്ധതി ആരംഭിക്കും. ഇതിനായിട്ട് 1 കോടി രൂപ വകയിരുത്തുന്നു. സർ, തിരുവനന്തപുരത്തെ GV ജയരാജ സ്പോർട്സ് സ്കൂളിന് 17 കോടി രൂപയും കണ്ണൂർ സ്കൂളിനും കണ്ണൂർ സ്പോർട്സ് ഡിവിഷനും 17 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കുന്നംകുളത്തെ സ്പോർട്സ് സ്കൂളിന്റെ സൗകര്യത്തിനായിട്ട് 7.5 കോടി രൂപ വകയിരുത്തുന്നു. ജില്ലാ കോളേജ് സ്കൂൾ തലങ്ങളിലുള്ള കായിക അക്കാദമികളുടെ സ്ഥാപനത്തിനും ചെലവുകൾക്കായിട്ട് 17 കോടി രൂപ വകയിരുത്തുന്നു. തദ്ദേശ സ്ഥാപനങ്ങളെ സഹകരിച്ച് താഴെത്തട്ടിൽ കായിക സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് 12 കോടി രൂപ വകയിരുത്തുന്നു. സർ, തലശ്ശേരിയിലെ ബ്രണ്ണൻ കോളേജിലെ കായിക സൗകര്യങ്ങൾ ഒരു റെസിഡൻഷ്യൽ സ്പോർട്സ് അക്കാദമിയായി ഉയർത്താൻ ഉദ്ദേശിക്കുന്നു. പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായിട്ട് 2 കോടി രൂപ വകയിരുത്തുന്നു. സർ, കണ്ണൂരിൽ ഇന്റർനാഷണൽ സ്പോർട്സ് ഹബ്ബ്. ഉന്നത നിലവാരമുള്ള സ്പോർട്സ് സൗകര്യങ്ങളും ഉയർന്ന വരുമാനമുള്ള വാണിജ്യ റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനങ്ങളും സംയോജിച്ചുകൊണ്ട് സ്വയം സുസ്ഥിര പരിസ്ഥിതിയിൽ പ്രവർത്തിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത അടിസ്ഥാന സൗകര്യ പദ്ധതിയാണ് ഫിഫ നിലവാരമുള്ള ഫുട്ബോൾ സ്റ്റേഡിയവും FIH നിലവാരമുള്ള ഹോക്കി അരീനയും ഒരു ഷോപ്പിംഗ് മാളും 4 സ്റ്റാർ ഹോട്ടലും ഇതിൽ ഉൾപ്പെടും. 4 സ്റ്റാർ ഹോട്ടൽ ഇതിൽ ഉൾപ്പെടും. പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകാ പദ്ധതിക്കായിട്ട് പരിശോധിക്കുന്നതാണ്. പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളായിട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. സ്പോർട്സ് ഡെവലപ്മെന്റ് ഫണ്ട് രൂപീകരിക്കുന്നതിന് കേരള സ്പോർട്സ് കമ്മീഷൻ ശുപാർശ സമർപ്പിച്ചിട്ടുണ്ട്. സ്വകാര്യ മേഖലയിൽ നിന്നും മറ്റ് വിവിധ മാർഗങ്ങളിൽ നിന്നും പ്രസ്തുത ഫണ്ടിലേക്ക് സംഭാവനകൾ സ്വരൂപിക്കാൻ ലക്ഷ്യമിടുന്നു. PP മോഡലിൽ സ്പോർട്സ് ഡെവലപ്മെന്റ് ഫണ്ട് ഉപയോഗിച്ച് പ്രൊജക്ട് മോഡലിൽ വിവിധ കായിക വികസന പ്രവർത്തനം നടത്താനായിട്ട് സ്പോർട്സ് ഡെവലപ്മെന്റ് ഫണ്ടിനായി 15 കോടി രൂപ വകയിരുത്തുന്നു. പ്രൈമറി സ്കൂൾ മുതൽ ഹെൽത്തി കിഡ്സ് പ്ലേ ഫോർ ഹെൽത്ത് എന്ന പുതിയ പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നു. അതിനായിട്ട് 7.5 കോടി രൂപ വകയിരുത്തുന്നു. കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന് 45.6 കോടി രൂപ വകയിരുത്തുന്നു. സർ, കായിക സംസ്കാരം വികസിപ്പിക്കാനായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന് 12 കോടി വകയിരുത്തുന്നു. ഇത് മുൻവർഷത്തേക്കാൾ 7.4 കോടി രൂപ അധികമാണ്. സർ, കേരളോത്സവം സംഘടിപ്പിക്കുന്നതിനായിട്ട് യുവജനക്ഷേമ ബോർഡിന് 6.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, ദേവികുളം
നാഷണൽ അഡ്വഞ്ചർ അക്കാദമി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് 8 കോടി രൂപ വകയിരുത്തുന്നു. സർ, വൈദ്യ ശുശ്രൂഷയും പൊതുജനാരോഗ്യവും. കേരളത്തിൻ്റെ ആരോഗ്യരംഗം വികസിത രാജ്യങ്ങളോട് കിടവയ്ക്കുന്ന മികച്ച തരത്തിൽ ശ്രദ്ധേയമായതാണ്. മനുഷ്യൻ്റെ ശാരീരിക ആരോഗ്യം എന്ന പരിമിതമായ കാഴ്ചപ്പാടിൽ നിന്നും പ്രകൃതിയുടെ പരിസ്ഥിതിയുടെയും നിലനിൽപ്പിനെ കൂടി പരിഗണിക്കുന്ന പൊതുവായ പ്ലാനറ്ററി ഹെൽത്ത് എന്ന വിശാലമായ ലക്ഷ്യത്തേക്ക് 13-14 പഞ്ചവത്സര പദ്ധതിയിലൂടെ മാറിയ കേരളം ചികിത്സാ ചെലവുകൾ കുറയ്ക്കുന്നതിനും ആധുനിക വൈദ്യശാസ്ത്രത്തോടൊപ്പം തന്നെ ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങിയ ചികിത്സാ രീതികളെ ശക്തിപ്പെടുത്തുന്നതിനും മുൻഗണന നൽകി. സർ, വൈദ്യ ശുശ്രൂഷയും പൊതുജനാരോഗ്യ മേഖലയ്ക്കുള്ള പദ്ധതി വിഹിതം വർദ്ധിപ്പിച്ച് 2500.31 കോടി രൂപയായിട്ട് വകയിരുത്തുന്നു. ഇത് കഴിഞ്ഞ വർഷത്തെ വിഹിതത്തേക്കാൾ 350 കോടി രൂപ 350.12 കോടി രൂപ 16.28% കൂടുതലാണ്. സർ, ലോകമെമ്പാടുമുള്ള മരണകാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 കാരണങ്ങളിൽ ഒന്നാണ് ന്യൂമോണിയ. പ്രായമായവരിൽ, പ്രത്യേകിച്ച് ചില വിട്ടുമാറാത്ത രോഗാവസ്ഥകളുള്ളവരിൽ ന്യൂമോകോക്കൽ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ കേരളത്തിലെ വയോധികർക്കിടയിൽ ന്യൂമോകോക്കൽ വാക്സിനേഷൻ പരിപാടി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. സർ, BPL കുടുംബങ്ങളിലെ 60 വയസ്സും അതിനും കൂടുതലുള്ള പ്രായമുള്ള വ്യക്തികളെയാണ് ഈ പരിപാടി പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത്. ഈ പരിപാടിക്കായി 50 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, ഡയാലിസിസ് സൗകര്യമില്ലാത്ത എല്ലാ താലൂക്ക് തല ആശുപത്രികളിലും ഡയാലിസിസ് യൂണിറ്റുകൾ സ്ഥാപിക്കും. അങ്ങനെ താലൂക്ക് തലം വരെയുള്ള എല്ലാ ആശുപത്രികളിലും ഈ സൗകര്യമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറും. ഇതിനായി 14.2 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, മലബാർ ക്യാൻസർ സെന്ററിന് 50 കോടി രൂപ, കൊച്ചിൻ ക്യാൻസർ സെന്ററിന് 30 കോടി രൂപ, RCCക്ക് 90 കോടി രൂപ, മെഡിക്കൽ കോളേജ് വഴിയുള്ള ക്യാൻസർ സെന്ററിലേക്ക് 30 കോടി രൂപ, ജില്ലാ താലൂക്ക് ആശുപത്രിക്ക് 3 കോടി രൂപ എന്നിങ്ങനെ ക്യാൻസർ ഉൾപ്പെടെ ക്യാൻസർ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായി 203 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ വിഹിതത്തെക്കാൾ എല്ലാ മേഖലയിലും നല്ല കാര്യം സാരമായ വർധന വരുത്തിയിട്ടുണ്ട്. സർ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന പദ്ധതിയിൽ 6.5 കോടി രൂപ നീക്കിവെക്കുന്നു. സർ, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി 42.09 ലക്ഷം ദരിദ്ര കുടുംബങ്ങൾക്ക് സർക്കാർ എംപാണ്ട് സ്വകാര്യ ആശുപത്രി വഴി സൗജന്യ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നു. അതിൽ വരുമാന പരിധി കണക്കിലെടുക്കാതെ എല്ലാ ഭിന്നശേഷിക്കാരും ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഉൾപ്പെടുന്നു. സാർ, ഈ പദ്ധതിക്കായിട്ട് 900 കോടി രൂപ നീക്കിവെക്കുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ 200 കോടി രൂപ അധികമാണ് സാർ ഈ വർഷം മാറ്റിവെക്കുന്ന വിഹിതം. സാർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സർജിക്കൽ റോബോട്ട് സ്ഥാപിക്കുന്ന പദ്ധതിക്കായിട്ട് 12 കോടി രൂപ വകയിരുത്തുന്നു. കേരള ഡിജിറ്റൽ ഹെൽത്ത് മിഷന്റെ അടങ്കൽ 27.6 കോടി രൂപയും ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് 2.25 കോടി രൂപയും ഔഷധിക്ക് 2.3 കോടിയും ഹോംകോയ്ക്ക് 1 കോടി രൂപയും മാറ്റിവെക്കുന്നു. സർ, ആധാർ മിഷന്റെ 2ാം ഘട്ടം സുസ്ഥിരമാക്കുന്നതിനായി 70.92 കോടി രൂപ വകയിരുത്തുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാലിന്യ സംസ്കരണത്തിനായി 22 കോടി രൂപ മാറ്റിവെക്കുന്നു. ഇതിനു പുറമെ ആരോഗ്യ സേവന വകുപ്പിനും ഈ മേഖലയ്ക്ക് 3.10 കോടി കൊടുക്കുന്നു. ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളുടെയും പാരാമെഡിക്കൽ കോളേജ് ഹോസ്റ്റലുകളുടെയും നിർമ്മാണത്തിന് 10 കോടി രൂപ മാറ്റിവെക്കുന്നു. DHSന്റെ കീഴിലുള്ള ആശുപത്രിയിൽ കാത്തിലാബും ICU സ്ഥാപിക്കുന്നതിന് 7 കോടി രൂപ മാറ്റിവെക്കുന്നു. ഗോത്ര, തീരദേശ, ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലെ ആശുപത്രികളുടെയും ആരോഗ്യ സംരക്ഷണ ഭവനങ്ങളുടെയും സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് 13 കോടി രൂപ മാറ്റിവെക്കുന്നു. DMAയുടെ കീഴിലുള്ള മെഡിക്കൽ കോളേജുകൾക്കായിട്ട് നീക്കിവെച്ചിരിക്കുന്ന വിഹിതം 259.93 കോടി രൂപയാണ്. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 77.13 കോടി രൂപയാണ്. സർ, ഇടുക്കി, കോന്നി, വയനാട്, കാസർഗോഡ് എന്നിവിടങ്ങളിലെ പുതിയ മെഡിക്കൽ കോളേജുകൾ കൂടുതൽ ശക്തിപ്പെടുത്തും. ഈ പദ്ധതിക്കായിട്ട് 57.09 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, ആയുർവേദ ഗവേഷണം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് 2.5 കോടി രൂപ മാറ്റിവെക്കുന്നു. ഉടുമ്പൻചോലയിലുള്ള ഇടുക്കി ഉടുമ്പൻചോലയിലെ പുതിയ സർക്കാർ ആയുർവേദ കോളേജിന് അഡീഷണലായിട്ട് 1.5 കോടി രൂപ കൂടി വകയിരുത്തുന്നു. സർ, വേദന സാന്ത്വന വയോജന ആരോഗ്യ പരിചരണ കേന്ദ്രങ്ങൾക്ക് 5 കോടി രൂപ വകയിരുത്തുന്നു. പകർച്ചവ്യാധി നിയന്ത്രണം എന്ന പദ്ധതിക്ക് 12 കോടി രൂപയും സാംക്രമിക രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കായി 13 കോടി രൂപയും വകയിരുത്തുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ആശുപത്രിയുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് 9 കോടി രൂപ വകയിരുത്തുന്നു. കനുവ് പദ്ധതിക്ക് 108 ആംബുലൻസ് പദ്ധതിക്ക് 38 കോടി രൂപ, പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിക്ക് 6 കോടി രൂപ എന്നിങ്ങനെ മാറ്റിവെക്കുന്നു. സർ, ജില്ലാ ആശുപത്രികളിൽ മെനോപോസ് ക്ലിനിക്കുകൾ സ്ഥാപിക്കുന്ന പദ്ധതിക്കായിട്ട് 3 കോടി രൂപ വകയിരുത്തുന്നു. സർ, നാഷണൽ ഹെൽത്ത് മിഷന്റെ വിവിധ ഘടകങ്ങൾക്ക് 40% സംസ്ഥാന വിഹിതമായി 465.220 കോടി രൂപ വകയിരുത്തുന്നു. PM അഭീം പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന വിഹിതമായി 25 കോടി രൂപ വെക്കുന്നു. മൃതസഞ്ജീവിനി മറ്റിടങ്ങളിലെ ചികിത്സാ ചെലവ് താങ്ങാനാവാത്ത നിരവധി നിർധന രോഗികൾ ഈ പദ്ധതിയിലൂടെ പ്രയോജനം ലഭിക്കുന്നു. മൃതസഞ്ജീവിനി പദ്ധതിക്ക് 2.5 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, ഗ്രാമീണ കുടിവെള്ള വിതരണം. സർ, ജൽജീവൻ മിഷൻ പദ്ധതി മറ്റ് വിവിധ സംസ്ഥാന പദ്ധതികൾ വഴി ഗ്രാമീണ ജനതയ്ക്ക് സുരക്ഷിതമായ പൈപ്പ് വെള്ള കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനത്തെ ഗ്രാമീണ ജനസംഖ്യ 65.22% പേർക്കും പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചു. ഈ സേവനം കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനായി 2026-27 സാമ്പത്തിക വർഷത്തെ പ്ലാനിൽ 659.57 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ആകെ കൂടി വരുന്ന ചെലവ് 2240 കോടി രൂപയായിരിക്കും. ജൽജീവൻ മിഷൻ പദ്ധതിക്ക് നബാർഡിൽ നിന്ന് വായ്പയെടുത്ത 3750 കോടി രൂപ ഉൾപ്പെടെ ആകെ 9783.28 കോടി രൂപ സംസ്ഥാന സർക്കാർ ഇതുവരെ ചെലവഴിച്ചിട്ടുണ്ട്. സർ,
ഇതിൻ്റെ വിവിധ മേഖലകളിൽ ഗുണനിലവാര പരിശോധനയ്ക്ക് 11.56 കോടി രൂപയും നൂതന ആധുനിക സാങ്കേതിക മാനേജ്മെൻറ്റ് സംബന്ധിച്ച് ജലവിതരണ മേഖല പ്രവർത്തന കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്ന 58 കോടി രൂപയും ഗ്രൗണ്ട് വാട്ടർ ഉൾപ്പെടെയുള്ള മേഖലയ്ക്ക് 21 കോടി രൂപയും വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് 31 കോടി രൂപയും കമ്മ്യൂണിറ്റി നിയന്ത്രിത ജലനിധി പദ്ധതിക്ക് 32.35 കോടിയും വകയിരുത്തുന്നു. ഗ്രാമീണ മലിനജല നിവാരണ ശൃംഖലകൾ സ്ഥാപിക്കുന്നതിന് 70 കോടി രൂപ പൂർത്തീകരിക്കുന്നു. നിലവിലുള്ള പദ്ധതികൾ ജലവിതരണ സേവനം ഇല്ലാത്തതോ മതിയായ സേവനം ലഭ്യമല്ലാത്തതോ പ്രദേശങ്ങളിലെ പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുന്നതിന് നിലവിലുള്ള പൂർത്തീകരിക്കുന്നതിന് 24 കോടി രൂപ മാറ്റിവെക്കുന്നു. പഴക്കഞ്ഞ പൈപ്പ് ലൈനുകൾ മാറ്റിവെക്കുന്ന നവീകരണ പദ്ധതിക്കായിട്ട് 48 കോടി രൂപ മാറ്റിവെക്കുന്നു. ഭൂഗർഭ ജല റീചാർജിങ് മഴവെള്ള സംഭരണം പദ്ധതിക്കായിട്ട് 12 കോടി രൂപ മാറ്റിവെക്കുന്നു. സാർ, ഭവന നിർമ്മാണം ലൈഫ് മിഷൻ പദ്ധതിയുടെ പരിധിയിൽ വരാത്ത ഗുണഭോക്താക്കളെ സഹായിക്കുന്ന ലക്ഷ്യത്തോടെ EWS LIG വിഭാഗങ്ങളുടെ ഭവന നിർമ്മാണത്തിന് സബ്സിഡി നൽകുന്നതിനായി 33.19 കോടി രൂപ വകയിരുത്തുന്നു. ജീർണിച്ച വീടുകൾ പുനർനിർമ്മിക്കുന്നതിനും ഗുണഭോക്താക്കൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി എല്ലാ വീടുകളും ഘട്ടം ഘട്ടമായി പുനരുദ്ധരിക്കുക എന്ന ലക്ഷ്യത്തോടെ MN ലക്ഷം വീട് പദ്ധതിക്കായിട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. വനിതാ ശിശു വകുപ്പിൻ്റെ തൻ്റെ ഇടം പദ്ധതിക്ക് 2 കോടി രൂപ മാറ്റിവെക്കുന്നു. കേരള നിർമ്മിതി കേന്ദ്രം നൂതന സാങ്കേതിക വിദ്യകൾ ഉറപ്പാക്കുന്നതിനെ കേരള നിർമ്മിതി കേന്ദ്രത്തിന് നേരിലുള്ള പ്രവർത്തനം ഉയർത്തിക്കൊണ്ട് നിർമ്മാണ മേഖലയിൽ അത്യാധുനിക ടെക്നോളജി ഹബ്ബായി വികസിപ്പിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു. നിർമ്മിതി കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി 13.25 കോടി രൂപ വകയിരുത്തുന്നു. ഗൃഹശ്രീ ഭവന പദ്ധതിക്കായിട്ട് 24 കോടി രൂപ വകയിരുത്തുന്നു. തൊഴിലും തൊഴിലാളി ക്ഷേമവും സാർ, കേന്ദ്ര സർക്കാർ 4 പുതിയ ലേബർ കോഡുകൾ നടപ്പിലാക്കിയ സാഹചര്യത്തിൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വിലയിരുത്തുന്നതിനും തൊഴിലാളി ക്ഷേമം ഉറപ്പാക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത സംസ്ഥാന സർക്കാരിനുണ്ട്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വിലയിരുത്തുന്നതിനായി ദേശീയ തൊഴിൽ കോൺക്ലേവ് സംഘടിപ്പിക്കുകയും ചെയ്തു. തൊഴിലാളി ക്ഷേമ മേഖലകൾക്കായി 950.89 കോടി രൂപ വകയിരുത്തുന്നു. മുൻവർഷത്തെ അപേക്ഷിച്ച് പദ്ധതി വിഹിതത്തിൽ 456.45 കോടി രൂപയുടെ 84.83% വർധനമാണ് വരുത്തിയിരിക്കുന്നത്. സാർ, തിരുവനന്തപുരം ടെക്നോ പാർക്കിലും എറണാകുളത്ത് ഇൻഫോ പാർക്കിലും ജോലി ചെയ്യുന്ന വനിതകൾക്ക് സുരക്ഷിതത്വവും നിലവാരവുമുള്ള താമസ സൗകര്യം ലഭ്യമാക്കുന്നതിന് കേരള സർക്കാരിന്റെ പുതിയ പദ്ധതി പ്രഖ്യാപിക്കുന്നു. ITR പാർക്കുകൾ നൽകുന്ന സ്ഥലത്ത് IT ജീവനക്കാർക്കുള്ള ഹോസ്റ്റൽ നിർമ്മിക്കുന്നു. പ്രാഥമികമായിട്ട് ആദ്യഘട്ടമായി ഇതിന് 5 കോടി രൂപ വകയിരുത്തുന്നു. പരമ്പരാഗത മേഖലയായ ബീഡി, ഖാദി, മുള, ചൂരൽ, മത്സ്യബന്ധനവും സംസ്കരണവും, കശുവണ്ടി, കയർ, തഴപ്പായ, കരകൗശല നിർമ്മാണം തുടങ്ങിയ തൊഴിൽ ചെയ്യുന്ന മേഖലകളിലെ തൊഴിലാളികൾക്ക് 1250 രൂപ നിരക്കിൽ ധനസഹായം നൽകുന്നതിനുള്ള പദ്ധതിക്ക് 107 കോടി രൂപ വകയിരുത്തുന്നു. തൊഴിലിനായി കേരളത്തിലെത്തുന്ന അന്തർ സംസ്ഥാന തൊഴിലാളികളുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം. ഈ പ്രവർത്തനങ്ങൾ തുടരുന്നതിന് 5.75 കോടി രൂപ വകയിരുത്തുന്നു. സാർ, സംസ്ഥാനത്തിൻ്റെ നൈപുണ്യ വികസന മിഷനായ KSNയാണ് വിവിധ നൈപുണ്യ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള വിവിധ നൈപുണ്യ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് KSN 36 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ITകളിലെ പരിശീലനത്തിന്റെ ഗുണനിലവാരവും അക്കാഡമികവും ഉറപ്പാക്കുന്നതിന് പുതിയ ITകൾ സ്ഥാപിക്കുന്നതിനുൾപ്പെടെ 44.60 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ശരണ്യ പദ്ധതിക്കായിട്ട് 17.5 കോടി രൂപ വകയിരുത്തുന്നു. തൊഴിലിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഭിന്നശേഷിക്കാർക്കുള്ള കൈവല്യ പദ്ധതിക്ക് 7 കോടി രൂപ വകയിരുത്തുന്നു. സാർ, പ്രവാസികളുടെ മേഖലയിൽ കേരളത്തിലേക്ക് കൂട്ടമായി വരുന്ന പ്രവാസികളുണ്ട്. നോർക്ക റൂട്ട്സിൽ നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതികളുടെ സ്വയം തൊഴിൽ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി മടങ്ങി വന്ന പ്രവാസികൾക്ക് സുരക്ഷിതമായ ഉപജീവനമാർഗം ഉറപ്പാക്കി അവരെ പുനരധിവസിക്കുകയും ചെയ്യുന്നു. ഈ പദ്ധതിക്കായിട്ട് 65 കോടി രൂപ വകയിരുത്തുന്നു. പ്രവാസികളുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിന് 35 കോടി രൂപ വകയിരുത്തുന്നു. റെസിഡന്റ് കേരളൈറ്റ്സ് വെൽഫെയർ ബോർഡ് പ്രവർത്തനങ്ങൾക്കായിട്ട് 18 കോടി രൂപ വകയിരുത്തുന്നു. നോർക്ക ക്ഷേമ ബോർഡ് വഴി നടപ്പാക്കുന്ന പ്രവാസി ഡിവിഡൻഡ് സ്കീം പദ്ധതിക്ക് 6.5 കോടി രൂപ വകയിരുത്തുന്നു. ലോക കേരള സംഘം സംഘടിപ്പിക്കുന്നതിനും ലോകം കേരളം ഓൺലൈൻ, ലോക കേരള കേന്ദ്രം, ലോക മലയാള കേന്ദ്രം തുടങ്ങിയ അനുബന്ധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനായിട്ട് 7.3 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തിന്റെ തനത് സംസ്കാരവും പാരമ്പര്യവും അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്ന ലക്ഷ്യം മുൻനിർത്തി ആഗോള കേരള സാംസ്കാരിക ഉത്സവം നടത്തുന്നതിന് 1 കോടി രൂപ വകയിരുത്തുന്നു. ഭിന്നശേഷി മേഖലയ്ക്കായിട്ട് 209.25 കോടി രൂപ വകയിരുത്തുന്നു. ഇതിനകത്ത് വിവിധ പദ്ധതികളുണ്ട്. അൻപ് വീട് പോലെയുള്ള പുതിയ പദ്ധതികൾ ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തികൾക്ക് അവരുടെ പ്രാദേശിക തലത്തിൽ തന്നെ പരിചരണം നടപ്പാക്കുന്നതിനായി ബ്ലോക്ക് തലത്തിൽ കെയർ ഹോമുകൾ സ്ഥാപിക്കുന്നതാണ്. അൻപ് വീട് എന്ന ഈ പുതിയ പദ്ധതി തെരഞ്ഞെടുക്കപ്പെട്ട സന്നദ്ധ സംഘടനകളെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും സംയോജിച്ചുകൊണ്ടുള്ള മാതൃകയിലാണ് നടപ്പാക്കുക. കിടപ്പിലായ രോഗികൾ, കഠിനമായ ശാരീരിക വൈദ്യുതി നേടുന്നവർ, വയോധികർ, ക്യാൻസർ രോഗികൾ എന്നിവരെ വീട്ടിൽ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം 600 രൂപയായിരുന്നു സാർ. നിലവിൽ ധനസഹായം 600 രൂപയിൽ നിന്നും 1000 രൂപയായി വർദ്ധിപ്പിക്കുന്നു. വർദ്ധിപ്പിച്ച നിരക്കിൽ ധനസഹായം നൽകുന്നതിന് ആശ്വാസകിരണം പദ്ധതികളുടെ വിഹിതം 50 കോടി രൂപയിൽ നിന്നും 100 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. ഭിന്നശേഷിക്കാരുടെ ഏർലി ഇന്റർവെൻഷൻ, പുനരധിവാസം, പരിശീലനം, വിദ്യാഭ്യാസം എന്നിവ ഉറപ്പാക്കുന്നതിനായി ഈ മേഖലയിലെ ഉന്നത സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായം ഗണ്യമായി വർദ്ധിപ്പിച്ചു. 5 സ്ഥാപനങ്ങൾക്കായിട്ട് 64 കോടി രൂപ നൽകുന്നു.
വകയിരുത്തുന്നു. അക്കാദമിക് പ്രോഗ്രാമുകൾ, വൊക്കേഷണൽ ട്രെയിനിങ്, സ്കിൽ കോഴ്സുകൾ, മറ്റ് പരിശീലന ജീവനോപാധി പരിപാടികൾ, പുനരധിവാസ പ്രവർത്തനങ്ങൾ, ഔട്ട്റീച്ച് പ്രവർത്തനങ്ങൾ, ഭൗതിക സാഹചര്യങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുന്നതിനായി NIPMR 22.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പീച്ച് ആൻഡ് ഹിയറിങ്ങിന് പരിപാടിക്കായി 27.5 കോടി രൂപ വകയിരുത്തുന്നു. ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന് 4 കോടി രൂപയും ഇക്കോൺസിന് 10 കോടി രൂപയും ഇംഹാൻസിന് 5 കോടി രൂപയും വകയിരുത്തുന്നു. സർ, തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ മുതിർന്ന പൗരന്മാർക്ക് പകൽ സമയ പരിചരണ കേന്ദ്രങ്ങൾ നൽകുന്നതിന് സ്വയംപ്രഭാ ഹോമുകൾ നടത്തി വന്നിരുന്നു. മുമ്പ് തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തി വന്നിരുന്ന പകൽ വീടുകളെ വിനോദം, ആരോഗ്യപരിചരണം, പോഷകാഹാര ലഭ്യത എന്നിവ കൂടി ഉൾപ്പെടുത്തി സ്വയംപ്രഭാ ഹോമുകളായി ഉയർത്തുകയാണ് ചെയ്തത്. ഈ പദ്ധതിക്ക് തുടരുന്നതിനായി 14 കോടി രൂപ വകയിരുത്തുന്നു. സർ, വയോമിത്രം മുതിർന്നവർക്കൊരു സാന്ത്വന ഹസ്തം നിലവിൽ 6 കോർപ്പറേഷനും 85 മുനിസിപ്പാലിറ്റിയിലും 4 ബ്ലോക്ക് പഞ്ചായത്തിലും ഈ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെ വാതിൽപ്പടി സേവനം ഉൾപ്പെടെയുള്ള വിവിധ കേന്ദ്രങ്ങൾ ഇത് കൂടുതൽ ശക്തമായിട്ട് സാങ്കേതികവും സാമ്പത്തികമായ ഒരു പാലമായിട്ട് സാധാരണക്കാരെ സഹായിക്കുന്ന പദ്ധതിയായിട്ട് ഇത് തുടരും. ഇതിൻ്റെ പരിചരണത്തിന് 27.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, വയോജന കമ്മീഷൻ സ്വതന്ത്രവും നിയമപരമായ ഒരു ബോഡിയായി വയോജന കമ്മീഷൻ ഔദ്യോഗികമായി രൂപീകരിച്ചു. മുതിർന്ന പൗരന്മാർക്ക് ഇത്തരം ഒരു പ്രത്യേക കമ്മീഷൻ ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കുക എന്നതാണ് ഈ കമ്മീഷന്റെ അടിസ്ഥാന ചുമതല. കമ്മീഷന്റെ പരിപാടികൾ നടപ്പിലാക്കുന്നതിലേക്കായി 50 ലക്ഷം രൂപ വകയിരുത്തുന്നു. സർ, വിരമിച്ച ആൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ ജീവകാരുണ്യ കൂട്ടായ്മ ഏറെ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അനുയാത്രയ്ക്ക് ഒരു ടോക്കൺ സഹായമായി 5 ലക്ഷം രൂപ വകയിരുത്തുന്നു. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയായുള്ള മഴവില്ല് പദ്ധതിക്ക് 6 കോടി രൂപ വകയിരുത്തുന്നു. ലഹരി ഉപയോഗം എന്ന വിപത്തിനെ നേരിടുന്നതിനായി കേവലം നിയമപാലനത്തിനപ്പുറം വിദ്യാഭ്യാസം, വിമുക്തി, സമഗ്ര പുനരധിവാസം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ലഹരി കുറയ്ക്കുന്നതിനുള്ള കർമ്മപദ്ധതി നടപ്പിലാക്കുന്നതിനായി 2 കോടി രൂപ വകയിരുത്തുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനപരവും പോഷകാഹാരപരവുമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി അവരുടെ വികസനത്തിനും ക്ഷേമത്തിനുമായി വിഹിതം വർദ്ധിപ്പിച്ച് 484.81 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാനത്തെ എല്ലാ അംഗനവാടികളിലും എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും മുട്ടയോ പാലോ നൽകുന്ന പദ്ധതി തുടരുന്നതിനായി 80.90 കോടി രൂപ വകയിരുത്തുന്നു. സർ, പ്രസവാനുകൂല്യ നിയമം വെറ്റർണിറ്റി ബെനിഫിറ്റ് ആക്ട് അനുസരിച്ചുള്ള കൃഷികൾ സ്ഥാപിക്കുന്നതിനായി 8 കോടി രൂപ വകയിരുത്തുന്നു. സർ, സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയും അന്തസ്സും ഉറപ്പാക്കുന്നതിൽ ലിംഗാധിഷ്ഠിത അതിക്രമങ്ങളുടെ സീറോ ടോളറൻസ് സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഈ പ്രതിബദ്ധത പ്രായോഗികമാക്കുന്നതിനായി സംസ്ഥാനത്ത് നിർഭയ നയം നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ സുരക്ഷാ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി പരിചരണ കേന്ദ്രങ്ങളുടെയും പിന്തുണാ സേവനങ്ങളുടെയും സമഗ്രമായ വിപുലീകരണത്തിനുള്ള പ്രവർത്തനം നടക്കും. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് 13 കോടി രൂപ വകയിരുത്തുന്നു. സർ, ജയിലുകളിലെ തിരക്ക് പരിഹരിക്കുന്നതിനുള്ള പുതിയ ജയിലുകൾ സ്ഥാപിക്കേണ്ടതുണ്ട്. നിലവിലുള്ള ജയിലുകളിൽ സുരക്ഷയ്ക്കായി അത്യാധുനിക സാങ്കേതിക വിദ്യയിലുള്ള നിരീക്ഷണ സംവിധാനം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടതും അത്യാവശ്യമാണ്. ജയിലുകളിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ക്ഷേമപ്രവർത്തനങ്ങൾക്കുമായി ജയിലുകളുടെ നവീകരണത്തിനും സുരക്ഷിതത്വത്തിനും തടവുകാരുടെ ക്ഷേമത്തിനുള്ള പരിപാടികൾ തുടരും. ജയിലുകളുടെ നവീകരണത്തിന് 47 കോടി രൂപയുടെ വിഹിതം വകയിരുത്തുന്നു. നഗരവികസനം. സർ, അതിവേഗം നഗരവൽക്കൃതമായിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. 2050 ആകുമ്പോഴേക്കും ജനസംഖ്യയുടെ 80% നഗരപ്രദേശങ്ങളിൽ താമസിക്കുമെന്നാണ് പ്രൊജക്റ്റഡ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിൻ്റെ സവിശേഷതകൾ കണക്കിലെടുത്ത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ളതും സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുന്നതും പൗരകേന്ദ്രീകൃതമായ സമഗ്ര വികസനത്തിന് നാം ഊന്നൽ നൽകുന്നത്. സർ, രാജ്യത്താദ്യമായി ഒരു അർബൻ പോളിസി കമ്മീഷനെ ഇടത് സർക്കാരാണ് 2023 നിയമിച്ചത്. കേരളത്തിൻ്റെ നഗരവൽക്കരണത്തിൻ്റെ ദിശ നിർണ്ണയിക്കുന്നതിന് പ്രായോഗികമായ നിരവധി നിർദ്ദേശങ്ങളാണ് കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നമ്മുടെ നഗരങ്ങളുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും പൗരസേവനങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള നഗരങ്ങളുടെ സൗന്ദര്യവും വർദ്ധിപ്പിക്കുന്നതിനും ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നഗരവൽക്കരണത്തിനുള്ള വേഗതയും വികസന ലക്ഷ്യങ്ങളും കണക്കെടുത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ, മാലിന്യ സംസ്കരണം, സാമൂഹ്യ ഉൾപ്പെടുത്തൽ എന്നിവയെ പിന്തുണയ്ക്കുന്നതിനായി നഗരവികസനത്തിനുള്ള വിഹിതം സർക്കാർ ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മുൻവർഷത്തേക്കാൾ 74.56 കോടി രൂപയുടെ വർധനയോടെ സംസ്ഥാന പദ്ധതി നഗരവികസനത്തിനുള്ള 1094.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, ലൈഫ് പദ്ധതിക്ക് 1497.26 കോടി രൂപ വകയിരുത്തുന്നു. സർ, അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിക്ക് 20 കോടി രൂപയുടെ വർധനയോടുകൂടി 200 കോടി രൂപ വകയിരുത്തുന്നു. സർ, ശുചിത്വവും മാലിന്യ സംസ്കരണവും. സംസ്ഥാനത്ത് ആദ്യമായി 8 നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള 100 നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടി. സർ, മാതൃകാപരമായ പ്രകടനം ഉയർത്തിക്കാട്ടി മട്ടന്നൂർ മുനിസിപ്പാലിറ്റിക്ക് പ്രത്യേക വിഭാഗത്തിൽ മിനിസ്റ്റീരിയൽ അവാർഡ് ലഭിച്ചു. സർ, ഗ്രാമനഗര മേഖലകളിലെ വിവിധ ഖരമാലിന്യ സംസ്കരണ പദ്ധതികൾക്കായി മുൻവർഷത്തേക്കാൾ 145.26 കോടി രൂപയുടെ വർധനയോടുകൂടി 537.48 കോടി രൂപ വരെ എത്തുന്നു. നഗരവികസന മേഖലയ്ക്ക്
വിവിധ നിർവഹണ ഏജൻസികൾ വഴി മാലിന്യ സംസ്കരണ പദ്ധതികൾക്കായി 326.48 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ശുചിത്വ കേരളത്തിനായി 20 കോടി രൂപയും സ്വച്ഛ് ഭാരത മിഷൻ പദ്ധതിക്കായി 25.26 കോടി രൂപയും വകയിരുത്തുന്നു. സർ, ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായി 240 കോടി രൂപ വകയിരുത്തുന്നതിൽ 29.73% വർധനമാണ് വരുത്തിയിട്ടുള്ളത്. ഈ പദ്ധതിയുടെ നൽകുന്ന നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതം മുൻവർഷത്തെ അപേക്ഷിച്ച് 45 കോടി രൂപ വർദ്ധിപ്പിച്ച് 160 കോടിയായി വകയിരുത്തുന്നു. സംയോജിത ഖരമാലിന്യ സംസ്കരണ പദ്ധതിക്കായിട്ട് 29.11 കോടിയും സിറ്റീസ് 2.0 പദ്ധതി പ്രകാരം തിരുവനന്തപുരത്തിനായി ഒരു സമഗ്ര ഖരമാലിന്യ സംസ്കരണ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ പദ്ധതിക്കായിട്ട് 9.75 കോടി രൂപയും വിഹിതമായിട്ട് വെക്കുന്നു. സർ, ഗ്രാമവികസന മേഖലയ്ക്ക് കീഴിൽ ശുചിത്വ കേരളം പദ്ധതിക്കും സ്വച്ഛ് ഭാരത് മിഷൻ പദ്ധതിയുടെ സംസ്ഥാന വിഹിതത്തിനും ക്ലസ്റ്റർ ലെവൽ വേസ്റ്റ് മാനേജ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന പുതിയ പദ്ധതിക്കായി 51 കോടി രൂപ വകയിരുത്തുന്നു. മുൻവർഷത്തെക്കാളും 13.5 കോടി അധികമാണ്. അമൃത് 2 പൈപ്പ് ജലവിതരണം സാർവത്രികമാക്കൽ, മലിന സെപ്റ്റേജ് മാനേജ്മെന്റ്, ജലപുനരുപയോഗം, ജലാശയങ്ങളുടെ പുനരുജ്ജീവനം, ഹരിത ഇടങ്ങളും പാർക്കുകളും സൃഷ്ടിക്കൽ എന്നിവ ലക്ഷ്യമാക്കിയ അമൃത് 2.0 പദ്ധതിക്കുള്ള സംസ്ഥാന വിഹിതമായി 299.62 കോടി രൂപ മാറ്റിവെക്കുന്നു. സാർ, വികസന അതോറിറ്റികൾ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ പദ്ധതിയും ഷീ ഹോസ്റ്റലും പൂർത്തിയാക്കുന്നതിനായി വികസന അതോറിറ്റികളായ ട്രിഡയ്ക്കും GCDAക്കുമായി മൊത്തം 12 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികജാതി വികസനം. സാർ, പട്ടികജാതി വിഭാഗങ്ങളുടെ വികസനത്തിനായി പട്ടികജാതി ഉപപദ്ധതിക്ക് ആകെ സംസ്ഥാന പദ്ധതി അടങ്കലിൻ്റെ 9.81% 3507 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ 1929 കോടി രൂപ പട്ടികജാതി വികസന വകുപ്പിനും ബാക്കി 1578 കോടി രൂപ പ്രാദേശിക സർക്കാരുകൾക്കുമായി വകയിരുത്തുന്നു. മുൻ വർഷത്തെ അപേക്ഷിച്ച് പട്ടികജാതി ഉപപദ്ധതിയിൽ 318.75 കോടി രൂപയുടെ വർധനമുണ്ട്. സർ, പട്ടികജാതി വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസം, ഭൂമി, ഭവന നിർമ്മാണം, ഭവന പുനരുദ്ധാരണം, തൊഴിൽ, ഉപജീവനം, അടിസ്ഥാന സൗകര്യ വികസനം, ആരോഗ്യ സാമൂഹ്യ സുരക്ഷാ മേഖല എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വികസന പ്രക്രിയ തുടരാനാണ് 26-27 പദ്ധതിയിൽ സർക്കാർ ലക്ഷ്യമിടുന്നത്. പട്ടികജാതി വിഭാഗങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിന് സർക്കാർ മുൻഗണന നൽകുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾക്കായിട്ട് 677.11 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻവർഷത്തേക്കാൾ 90.53 കോടി രൂപ അധികമാണ്. സർ, കേന്ദ്ര സർക്കാർ വിവിധ കേന്ദ്ര സ്കോളർഷിപ്പ് പദ്ധതികൾക്കുള്ള സാമ്പത്തിക പിന്തുണയിൽ കുറവ് വരുത്തുന്ന സന്ദർഭത്തിലും കേരളം അധിക ബാധ്യത വഹിക്കുകയും ഉയർന്ന നിരക്കിലുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുകയാണ്. പട്ടികജാതി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സഹായം എന്ന പദ്ധതിക്ക് 242 കോടി രൂപ വകയിരുത്തുന്നു. പാലക്കാട് മെഡിക്കൽ കോളേജിന് 20 കോടി രൂപ വകയിരുത്തുന്നു. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് 22 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികജാതി മേഖലയിലെ ഉന്നത വിദ്യാഭ്യാസത്തിനും സർക്കാർ വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രഥമ പരിഗണന നൽകുന്നു. പട്ടികജാതി വിദ്യാർത്ഥികളുടെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നതിന് 2 പദ്ധതികൾ കൂടി 75.513 കോടി രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് 370 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള 44 ITകളുടെ ആധുനികവൽക്കരണത്തിനും പുനരുജ്ജീവനത്തിനുമായി 15 കോടി രൂപ മാറ്റിവെക്കുന്നു. പട്ടികജാതി വിഭാഗങ്ങൾക്ക് ഭൂമിയും പാർപ്പിടവും നൽകുക എന്നത് സർക്കാരിന്റെ മുൻഗണനാ മേഖലയാണ്. സാർ, പട്ടികജാതി വിഭാഗങ്ങളിലെ ജനങ്ങൾക്ക് മാന്യമായ ഭവന സൗകര്യം ഉറപ്പാക്കുന്ന വീട് നിർമ്മാണത്തിനും ഭൂമി ലഭ്യമാക്കുന്ന പദ്ധതിക്കുമായി ആകെ 746 കോടി രൂപ വകയിരുത്തുന്നു. മുൻ വർഷത്തേക്കാൾ 28 കോടി രൂപ അധികമാണ്. പട്ടികജാതി മേഖലയിലെ ലൈഫ് മിഷൻ മുഖേന നടപ്പിലാക്കുന്ന ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 300 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ലൈഫ് മിഷന് കീഴിൽ ആകെ 1,26,750 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ 29,383 വീടുകൾ നിർമ്മാണ ഘട്ടത്തിലാണ്. സാർ, പഠനമുറി നിർമ്മാണവും സേഫ് പദ്ധതി 14 കോടി രൂപയുടെ വർധനയോടുകൂടി 254 കോടി രൂപ വകയിരുത്തുന്നു. ഭൂരഹിതരായ പട്ടികജാതി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിന് ഭൂമി നൽകുന്നതിനായി 177 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികജാതി വിഭാഗക്കാരുടെ നൈപുണ്യ പരിശീലനങ്ങൾക്ക് സംരംഭ വികസനത്തിനും അവരുടെ തൊഴിലവസരങ്ങൾ വിപുലീകരിക്കുന്നതിനുള്ള പട്ടികജാതിക്കുള്ള 109.41 കോടി രൂപ വകയിരുത്തുന്നു. മുൻവർഷത്തെ അപേക്ഷിച്ച് 33.21 കോടി രൂപയുടെ വർധനമാണ് ഈ മേഖലയിലുള്ളത്. തൊഴിലിനും പരിശീലനത്തിനും മാനവശേഷി വികസനത്തിനുള്ള സഹായം എന്ന പദ്ധതിക്ക് 15 കോടി രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് 75 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികജാതി സമുദായങ്ങളിലെ നിലവിലുള്ള സംരംഭകർക്ക് അവരുടെ ബിസിനസ് സംരംഭങ്ങൾ വികസിപ്പിക്കുന്നതിനായി സംരംഭകത്വ വികസന പദ്ധതിക്ക് 10 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികജാതി വിഭാഗത്തിലെ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്ന KBIS പട്ടികജാതി സംരംഭകത്വ വികസന മിഷൻ എന്ന പുതിയ പദ്ധതിക്കായി നടപ്പിലാക്കുന്നതിന് 5 കോടി രൂപ വകയിരുത്തുന്നു. സർ, പട്ടികജാതി മേഖലയിൽ വനിതാ സമൃദ്ധി സ്ത്രീ ശാക്തീകരണ പരിപാടി എന്ന പുതിയ പദ്ധതി കുടുംബശ്രീ മിഷനുമായി സഹകരിച്ചുകൊണ്ട് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ നടപ്പാക്കുന്നതിനായിട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, പട്ടികജാതി നഗറിലെ റോഡ്, കുടിവെള്ളം, വൈദ്യുതി എന്നീ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പദ്ധതിക്ക് 138 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികജാതി നഗറുകളുടെ സമഗ്ര വികസനം ലക്ഷ്യമിടുന്ന അംബേദ്കർ ഗ്രാമവികസന പദ്ധതിക്ക് 65 കോടി രൂപയും പട്ടികജാതി ഉപപദ്ധതികളുടെ കോർപ്പസ് ഫണ്ട് പദ്ധതിക്കായി 53 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. സാർ, 5 മുതൽ 15 വരെയുള്ള പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന നഗറുകളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് സ്പെഷ്യൽ പാക്കേജ് പദ്ധതിക്ക് 20 കോടി രൂപ വകയിരുത്തുന്നു.
സർ, സാമ്പത്തികമായും സാമൂഹികമായും പിന്നാക്കം നിൽക്കുന്ന വേടർ, നായാടി, കള്ളാടി, അരുന്ധതിയാർ, ചക്ലിയർ എന്നീ സമുദായങ്ങളുടെ പുനരധിവാസത്തിനും ഉന്നമനത്തിനുള്ള പ്രത്യേക ഇടപെടലുകൾ നടത്തുന്നതിനുള്ള പദ്ധതിക്ക് 52 കോടി രൂപ വകയിരുത്തുന്നു. ആരോഗ്യ പരിപാലന പദ്ധതിക്ക് 70 കോടി രൂപയും പട്ടികജാതി പെൺകുട്ടികളുടെ വിവാഹത്തിനുള്ള സാമ്പത്തിക സഹായം പദ്ധതിക്ക് 90 കോടി രൂപയും വകയിരുത്തുന്നു. സർ, സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന് ഇപ്പോൾ ബജറ്റ് വിഹിതം കേന്ദ്രം നൽകുന്നില്ല. ആ മേഖലയിലെ പ്രവർത്തനങ്ങൾ തുടരുന്നതിനായി 10 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് വകയിരുത്തുന്നു. സർ, പട്ടികവർഗ വികസനം സംസ്ഥാന പദ്ധതി വിഹിതത്തിന്റെ 2.83% പട്ടികവർഗ ഉപപദ്ധതിക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. പട്ടികവർഗ ജനസംഖ്യയുടെ അനുപാതത്തെക്കാൾ കൂടുതലാണിത്. 1012 കോടി രൂപ പട്ടികവർഗ വികസനമായി മാറ്റിവെച്ചിട്ടുണ്ട്. 775 കോടി രൂപ പട്ടികവർഗ വികസന വകുപ്പിനും ശേഷിക്കുന്ന 237 കോടി രൂപ പ്രാദേശിക സർക്കാരുകൾക്കായിട്ട് വകയിരുത്തുന്നു. ഈ സർക്കാരിന്റെ കാലയളവിൽ ലൈഫ് മിഷന്റെ കീഴിൽ പട്ടികവർഗ വിഭാഗങ്ങളുടെ ഭവന നിർമ്മാണത്തിൽ വലിയ മാറ്റങ്ങളാണ് താഴെത്തട്ടിൽ ഉണ്ടായിരിക്കുന്നത്. ലൈഫ് മിഷന്റെ വിവിധ ഘട്ടങ്ങളിലായി 53,582 പൂർത്തീകരിക്കുകയും 7,268 വീടുകളുടെ നിർമ്മാണം നിലവിൽ പുരോഗമിക്കുകയും ചെയ്യുന്നു. സുരക്ഷിതവും മാന്യമായ വീടുകൾ നിർമ്മിക്കുന്നതിന് ലൈഫ് മിഷൻ 140 കോടി രൂപ മാറ്റിവെക്കുന്നു. സേഫ് പദ്ധതിയിലൂടെ 80 കോടി രൂപയും പ്രത്യേകമായി വകയിരുത്തുന്നു. സേഫ് പദ്ധതിക്കായി 80 കോടി രൂപയിൽ അതിന് സ്മാർട്ട് സ്റ്റഡി റൂമുകൾ ഉൾപ്പെടെ വിവിധ മേഖലകൾ കൊടുക്കുന്ന കാര്യങ്ങൾക്കായിട്ട് പണം നൽകും. പഠനമുറികൾ നൽകുന്ന പരിപാടിക്ക് 200 പട്ടിക വിദ്യാർത്ഥികൾ ആദ്യ വർഷം പരിഗണിക്കും. 2.5 ലക്ഷം രൂപ വെച്ച് അവർക്ക് നൽകും. പട്ടികവർഗ പുനരധിവാസ വികസന പൂരകരായ പട്ടികവർഗക്കാരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായി 42 കോടി രൂപയും ഭൂമി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചെലവുകൾക്ക് നിയമപരവും സാമ്പത്തികമായ പിന്തുണയ്ക്കുമായി പുതിയ പദ്ധതിക്കായി 1 കോടി രൂപയും വകയിരുത്തുന്നു. സർ, പട്ടികവർഗ വിദ്യാഭ്യാസ പ്രോത്സാഹന പരിപാടിക്കായി 163.06 കോടി രൂപ വകയിരുത്തുന്നു. വിദ്യാവാഹിനി പദ്ധതിക്ക് 30 കോടി രൂപ വകയിരുത്തുന്നു. പോസ്റ്റ് മെട്രിക് പ്രീ മെട്രിക് സ്കോളർഷിപ്പുകൾക്കായിട്ട് 13 കോടി രൂപ വകയിരുത്തുന്നു. സർ, ദേശീയ അന്തർദേശീയ സ്ഥാപനങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പിനായി 6 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികവർഗ യുവാക്കളുടെ നൈപുണ്യ വികസനത്തിനും തൊഴിൽ സംരംഭത്തെ അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി 91 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികവർഗക്കാർക്കുള്ള വരുമാനദായക കാർഷിക ഉദ്യോഗ പദ്ധതിക്ക് 12 കോടി രൂപ വെക്കുന്നു. 100 ദിവസം പൂർത്തിയാക്കുന്ന പട്ടികവർഗ ഗുണഭോക്താക്കൾക്ക് അധികമായി നൽകുന്ന 100 ദിവസം തൊഴിൽ നൽകുന്ന കേരള ട്രൈബൽ പ്ലസ് തൊഴിൽ ഉറപ്പ് പദ്ധതിയിൽപ്പെടുന്ന ട്രൈബൽ പ്ലസിന് 49.82 കോടി രൂപ അധികമായിട്ട് വകയിരുത്തുന്നു. പട്ടികവർഗ ഉന്നതികളുടെ സൗകര്യങ്ങൾക്ക് 13 കോടി രൂപ, പട്ടികവർഗ ഉപജീവനത്തിന് 11 കോടി രൂപ എന്ന നിലയിലായിട്ട് വകയിരുത്തുന്നു. അംബേദ്കർ സെറ്റിൽമെന്റ് വികസന പദ്ധതിക്ക് 42 കോടി രൂപ വകയിരുത്തുന്നു. സർ, വിദ്യാഭ്യാസം, ആരോഗ്യം, മാനവവികസനം, അടിസ്ഥാന സൗകര്യങ്ങൾ, തൊഴിൽ ഉപജീവനം, സ്വയം തൊഴിൽ, സാംസ്കാരിക ഉയർച്ച മേഖലയിലെ നിർണായക പോരായ്മകൾ പരിഹരിക്കുന്നതിനായി കോർപ്പസ് ഫണ്ട് പദ്ധതിയിൽ 52 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികവർഗ മേഖലയിൽ 2 സ്പെഷ്യൽ സ്കൂളുകൾ, അതുപോലെ 16 മോഡൽ സ്കൂൾ തുടങ്ങിയ സ്കൂളുകളുടെ നടത്തിപ്പിനായി 60 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികവർഗ പെൺകുട്ടികൾക്കുള്ള വിവാഹ ധനസഹായം പദ്ധതിക്ക് 6 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികവർഗക്കാർക്കിടയിൽ സിക്കിൾ സെൽ അനീമിയ രോഗികൾക്കുള്ള പ്രതിമാസ സഹായത്തിന് 4 കോടി രൂപ വെക്കുന്നു. ജന്മരക്ഷാ പദ്ധതിക്കായിട്ട് 20 കോടി രൂപ വകയിരുത്തുന്നു. ഭക്ഷണത്തിനുള്ള സഹായം, ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള പരിപാടികൾ, പട്ടികവർഗങ്ങളിലെ ദാരിദ്ര്യം, പോഷകാഹാരക്കുറവ് എന്നിവ ഇല്ലാതാക്കുന്നതിനായി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പട്ടികവർഗ മേഖലയിൽ ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കുന്നതും ഭക്ഷ്യസുരക്ഷയും ഉൾപ്പെടുന്ന വിവിധ പരിപാടികൾക്ക് 22 കോടി രൂപ വെക്കുന്നു. പട്ടികവർഗ ആശ്വാസ ക്ഷേമ നിധിക്ക് 40 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാനത്തുടനീളമുള്ള 1182 പട്ടികവർഗ പ്രൊമോട്ടർമാർക്ക് ഓണറേറിയത്തിനും യാത്രാപദ്ധതിക്കായി 19.15 കോടി രൂപയും ഗോത്രബന്ധു പ്രൈമറി സ്കൂളിൽ ഗോത്ര വിഭാഗ അധ്യാപകരുടെ ഓണറേറിയത്തിന് 5.5 കോടി രൂപ ഉൾപ്പെടെ 30.68 കോടി രൂപ വകയിരുത്തുന്നു. പിന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമം. സർ, 2026-27 ബജറ്റ് സർക്കാർ പിന്നാക്ക വിഭാഗങ്ങളുടെ സുസ്ഥിര വികസനത്തിന് മുൻഗണന നൽകുന്നു. പിന്നാക്ക വിഭാഗങ്ങൾ വിദ്യാഭ്യാസം, തൊഴിൽ, ഉപജീവനം എന്നൊക്കെ നൽകുന്നതിന് 200.94 കോടി രൂപ വകയിരുത്തുന്നു. എല്ലാ വിഭാഗം വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസ പുരോഗതിക്ക് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. OBC വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പിന് 130.78 കോടി രൂപ വകയിരുത്തുന്നു. സർ, OEC വിദ്യാർത്ഥികൾക്കുള്ള പോസ്റ്റ് മെട്രിക്കുലേഷൻ സഹായം 80 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. പിന്നോക്ക വിഭാഗങ്ങളുടെ വൈദഗ്ധ്യം, തൊഴിൽക്ഷമത, സംരംഭകത്വ വികസന പദ്ധതിക്ക് ആകെ 25 കോടി രൂപ വകയിരുത്തുന്നു. സർ, പിന്നോക്ക വിഭാഗങ്ങളിലെ വിധവകളുടെ സ്വയം തൊഴിൽ പദ്ധതിക്ക് 3 കോടി രൂപ വകയിരുത്തുന്നു. ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത പട്ടികജാതിക്കാരുടെയും മറ്റ് ശുപാർശിത വിഭാഗങ്ങളുടെയും സുസ്ഥിര വിഭജന അവസരങ്ങളിൽ മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടതിനായിട്ട് 26-27 പരിവർത്തിത ക്രൈസ്തവ ശുപാർശിത വിഭാഗ ഉപജീവന സഹായ പരിപാടി എന്ന പുതിയ പദ്ധതി ആരംഭിക്കും. ഈ പദ്ധതിക്ക് 10 കോടി രൂപ മാറ്റിവെക്കുന്നു. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ ലിമിറ്റിലുള്ള ഓഹരി മൂലധനം 20 കോടി രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് മൂലധന സഹായത്തിന് 2 കോടി രൂപ നൽകുന്നു. സർ, ന്യൂനപക്ഷങ്ങളുടെ സേവനം. മുൻവർഷത്തെ അപേക്ഷിച്ച് 15.99% വർധനയോടുകൂടി ന്യൂനപക്ഷ ക്ഷേമത്തിനായി 94.69 കോടി രൂപ വകയിരുത്തുന്നു. കേന്ദ്ര സർക്കാർ
2022-23 മുതൽ മൗലാന ആസാദ് നാഷണൽ ഫെലോഷിപ്പ് നിർത്തലാക്കിയതിനെ തുടർന്ന് ന്യൂനപക്ഷ ഗവേഷണ വിദ്യാർത്ഥികളുടെ ഗവേഷണ സാധ്യതകൾ പ്രതികൂലമായി ബാധിക്കപ്പെട്ടു. ഈ സാഹചര്യത്തിൽ 25-26 സംസ്ഥാന സർക്കാർ സംസ്ഥാന തലത്തിൽ പ്രത്യേക പദ്ധതി ആരംഭിച്ചു. ചീഫ് മിനിസ്റ്റേഴ്സ് റിസർച്ച് ഫെലോഷിപ്പ് ഫോർ മൈനോറിറ്റീസ് എന്ന പദ്ധതി തുടരുന്നതിന് 11 കോടി രൂപ വകയിരുത്തുന്നു. സർ, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദേശ സ്കോളർഷിപ്പ് എന്ന പുതിയ പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. വിദേശത്തുള്ള അംഗീകൃത സ്ഥാപനങ്ങളിൽ അവരുടെ പഠനത്തിന് സാമ്പത്തിക സഹായം നൽകും. പദ്ധതി നടപ്പിലാക്കുന്നതിനായി ഈ വർഷം 4 കോടി രൂപ നീക്കിവെക്കുന്നു. സർ, സമർത്ഥരായ ന്യൂനപക്ഷ വിദ്യാർത്ഥികളും സിവിൽ സർവീസ് വിദ്യാർത്ഥികളും നൽകുന്ന ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പിന്റെ വിഹിതം 8 കോടി രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് സർവകലാശാലയുടെ കീഴിൽ ന്യൂനപക്ഷ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിനായിട്ടുള്ള വിഹിതം 27 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുന്നു. ന്യൂനപക്ഷ സമുദായങ്ങളിലെ വിവാഹമോചിത വിധവ, ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്കായിട്ടുള്ള ഇമ്പിച്ചി ബാവ ഭവന പദ്ധതിക്ക് 5 കോടി രൂപയും ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വിധവക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിക്ക് 5 കോടി രൂപയും വകയിരുത്തുന്നു. സർ, പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രമം പദ്ധതിയുടെ വിഹിതമായി 16 കോടി രൂപ വകയിരുത്തുന്നു. കേന്ദ്ര വിഹിതമായി 24 കോടി രൂപ പ്രതീക്ഷിക്കുന്നു. സർ, കേരള സംസ്ഥാന ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷന് ഓഹരി മൂലധനമായിട്ട് 12 കോടി വകയിരുത്തുന്നു. സർ, 1-ാം തരം മുതൽ 8 വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് പ്രീ മെട്രിക് സ്കോളർഷിപ്പ് നൽകുന്നതിന് മാർഗ്ഗദീപം പദ്ധതിക്കായിട്ട് 22 കോടി നൽകുന്നു. മുന്നോക്ക സമുദായങ്ങളുടെ ക്ഷേമം. സർ, മുന്നോക്ക സമുദായങ്ങളുടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ വികസനത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഈ വിഭാഗത്തിന് വിദ്യാഭ്യാസം, ഉപജീവനം, സ്വയം തൊഴിൽ എന്നീ മേഖലകളിൽ കേന്ദ്രീകരിച്ച പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുന്നോക്ക സമുദായങ്ങളുടെ ക്ഷേമത്തിനായി സംസ്ഥാന മുന്നോക്ക ക്ഷേമ വികസന കോർപ്പറേഷൻ 39.77 കോടി രൂപ നീക്കിവെക്കുന്നു. സർ, സെക്രട്ടേറിയറ്റ് സർവീസുകൾ ഓരോ മേഖലയിൽ സംസ്ഥാന ആസൂത്രണ ബോർഡിന് 2.27, ജില്ലാ ആസൂത്രണ സമിതി കെട്ടിടങ്ങൾ 13.4, സർവേകൾ പഠനം പ്ലാൻ മോണിറ്ററിംഗ് പദ്ധതിക്ക് 9.15 കോടി മാറ്റിവെക്കുന്നു. സർ, പോലീസ്. രാജ്യത്തെ ഏറ്റവും മികച്ച മാനേജ്മെന്റ് സംവിധാനമുള്ള പോലീസ് സേനകളിലൊന്നാണ് എന്ന ഖ്യാതി കേരള പോലീസിനുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ പോലീസ് വകുപ്പ് സാങ്കേതിക പുരോഗതി, കമ്മ്യൂണിറ്റി പോലീസിംഗ്, സൈബർ കുറ്റകൃത്യ അന്വേഷണം, അടിസ്ഥാന സൗകര്യ നവീകരണം എന്നിവയിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. കുറ്റകൃത്യങ്ങൾ കണ്ടെത്താനുള്ള പോലീസ് പ്രവർത്തനങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യുന്നതിനും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സുപ്രധാന സ്ഥാപനങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള പുതിയ പദ്ധതികൾ ആരംഭിക്കും. വിവിധ പദ്ധതികൾക്കായിട്ട് ഈ പദ്ധതികൾക്ക് വേണ്ടി മാത്രമായിട്ട് 155.80 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, സർവേ ഡിപ്പാർട്ട്മെന്റിന്റെ വിവിധ പ്രവർത്തനങ്ങളുള്ള അതിനകത്ത് എൻ്റെ ഭൂമി സർവേ ഉൾപ്പെടെയുള്ള സർവേ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് 26.8 കോടി രൂപ വകയിരുത്തുന്നു. രജിസ്ട്രേഷൻ വകുപ്പിന് ടെംപ്ലേറ്റ് അടിസ്ഥാനത്തിൽ രജിസ്ട്രേഷൻ, പഴയ രജിസ്റ്റർ ചെയ്ത രേഖകളുടെ സംരക്ഷണം, രജിസ്ട്രേഷൻ തുടങ്ങി വിവിധ പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. 68 മുതലുള്ള പഴയ രജിസ്റ്റർ ചെയ്ത ആധാരങ്ങളുടെ സ്കാനിങ് നടപടി പൂർത്തിയായി. പണരഹിത പണമടയ്ക്കൽ പ്രക്രിയ അതിനുവേണ്ടിയിട്ടുള്ള നടപടികൾ നടക്കുകയാണ്. ഈ സ്റ്റാമ്പ് സൗകര്യം തുടങ്ങി ധാരാളം കാര്യങ്ങൾ നടക്കുന്ന ഈ വകുപ്പിന് 32 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പഴക്കമേറിയതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഭരണനിർവഹണങ്ങളിലൊന്നാണ് കേരള റവന്യൂ വകുപ്പ്. ഭൂഭരണം, ദുരന്ത നിവാരണം, പൗരസേവന വിതരണം എന്നിവ സുപ്രധാനമായ പങ്കുവഹിക്കുന്നു. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്നിവ ഉറപ്പുവരുത്തുകയാണ് വകുപ്പിന്റെ സുപ്രധാന ലക്ഷ്യം. സ്മാർട്ട് സേവനങ്ങൾ നൽകുന്നതിനായി 1666 വില്ലേജ് ഓഫീസുകളെയും സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി മാറ്റുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. റവന്യൂ വകുപ്പിന്റെ സേവനങ്ങളും പ്രവർത്തനങ്ങളും പ്രചരിപ്പിക്കുന്നതിനും പൊതുജനങ്ങളിൽ നിന്നുള്ള ഫീഡ്ബാക്ക് നിരീക്ഷിക്കുന്നതിനുമായി ഈ ബജറ്റ് ഉൾപ്പെടുത്തി ഒരു റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോ ആരംഭിക്കുന്നതാണ്. റവന്യൂ വകുപ്പിനായി 95.85 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഭക്ഷ്യഭദ്രതയും പൊതുവിതരണ സമ്പ്രദായവും. ഇന്ത്യയിലെ ഏറ്റവും ഫലപ്രദവും മികച്ചതുമായ പൊതുവിതരണ സമ്പ്രദായങ്ങളിലൊന്നാണ് കേരളത്തിനുള്ളത്. യൂണിവേഴ്സൽ റേഷനിംഗ് സിസ്റ്റം നടപ്പിലാക്കുന്ന സംസ്ഥാനം മുൻനിര നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. നിലവിൽ മുൻഗണനാ കാർഡ് ഉടമകൾ ഉൾപ്പെടെ 94.92 ലക്ഷം കുടുംബങ്ങൾക്ക് റേഷൻ സംവിധാനം ലഭ്യമാക്കിയിരുന്നു. NFSAയുടെ കീഴിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളെപ്പോലും റേഷൻ വിതരണത്തിന് കീഴിൽ കൊണ്ടുവരാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. വിദൂര പട്ടികവർഗ സങ്കേതങ്ങൾ, തീരപ്രദേശങ്ങൾ, വിദൂര പ്രദേശങ്ങൾ, പ്രതീക്ഷാ സ്ഥലങ്ങൾ എന്നിവ നേരിട്ട് മൊബൈൽ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നു. സർ, ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന് വിപണി ഇടപെടലിനുള്ള പദ്ധതിയേതര വിവരം ഉൾപ്പെടെ ആകെ 2333.64 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻ വർഷത്തെക്കാളും 267.24 കോടി രൂപ അധികമാണ്. ഇതിനു പുറമെ സഹകരണ മേഖലയ്ക്ക് കീഴിൽ കൺസ്യൂമർ ഫെഡ് വഴി 75 കോടി രൂപയും വിപണി ഇടപെടലിനായിട്ട് വകയിരുത്തുന്നു. സർ, പയർവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, അരി, ആട്ട, പഞ്ചസാര എന്നിവ ഉൾപ്പെടെ 13 അവശ്യ സാധനങ്ങൾ 50% വരെ വിലക്കുറവിൽ നൽകിക്കൊണ്ട് പൊതുവിപണിയിൽ വില നിലവാരം നിയന്ത്രിക്കുന്നതിന് സപ്ലൈകോ ഇടപെടുന്നുണ്ട്. 2026-27 കാലയളവിൽ 100 സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ നവീകരിക്കാൻ ലക്ഷ്യമിടുന്നു. സപ്ലൈകോ ഔട്ട്ലെറ്റിന്റെ നവീകരണത്തിനും എന്റർപ്രൈസസ് പ്ലാനിങ്ങിനും വേണ്ടി 17.8 കോടി രൂപ വകയിരുത്തുന്നു. സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 95.55 കോടി രൂപ വകയിരുത്തുന്നു. സർ, KDISC, കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജി കൗൺസിൽ, കേരള നോളജ് എക്കോണമി മിഷൻ പരിപാടി ഗണ്യമായ പുരോഗതി കൈവരിച്ചു. കേരളത്തിലെ വിദ്യാസമ്പന്നരായ യുവാക്കൾക്കിടയിൽ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും സമൂഹത്തെ ശാക്തീകരിക്കുന്നതിനും കഴിവുകൾ വളർത്തിയെടുക്കുന്ന ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള കേരളത്തിന്റെ പ്രയാണത്തെ നയിക്കുന്നതിന് ഒരു പൊതുപരിപാടിയാണ് വിജ്ഞാന കേരളം.
കെഡിസ്കിന്റെ സഹായത്തോടെ വികസിപ്പിച്ചെടുത്ത ലിഥിയം ടൈറ്റാനിയം ഓക്സൈഡ് LTO ബാറ്ററി കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് എല്ലാ സഹായവും നൽകുന്നതാണ്. ഇന്നൊവേഷൻ പ്രോഗ്രാമുകൾ, വിജ്ഞാന കേരളം പ്രോഗ്രാം എന്നിവ ഉൾപ്പെടെ കെഡിസ്കിന്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് 60 കോടി രൂപ വകയിരുത്തുന്നു. സാർ, പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിന് തിരുവനന്തപുരത്ത് ഭൂമി അനുവദിച്ചിട്ടുണ്ട്. വർഷങ്ങളായി വാടകക്കെട്ടിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിന് 5 കോടി രൂപ അനുവദിക്കുന്നു. ധനകാര്യ വകുപ്പ്. സാർ, G-Spark, Unispark, ഗെയിൻ, PF 2.0 എന്നിവയുടെ പിന്തുണയ്ക്കായി പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റ് സ്ഥാപിക്കുന്ന ധനകാര്യ വകുപ്പിന്റെ IT സോഫ്റ്റ്വെയർ വിഭാഗം ശക്തിപ്പെടുത്തൽ, ധനകാര്യ വകുപ്പിന്റെ ബജറ്റ് വിഭാഗം ശക്തിപ്പെടുത്തൽ തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങൾക്കായിട്ട് 5.4 കോടി രൂപ മാറ്റിവെക്കുന്നു. സാർ, കിഫ്ബി. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ രംഗത്ത് വിസ്മയകരമായ പുരോഗതിയാണ് കിഫ്ബിയിലൂടെ സാധ്യമായത്. നാളിതുവരെ 96,554 കോടി രൂപയുടെ പദ്ധതി 1216 പദ്ധതികൾക്ക് കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. ദേശീയപാത വികസനത്തിനും വ്യാവസായിക പാർക്ക് ഉൾപ്പെടെ ഭൂമി എടുക്കുന്നതിനായിട്ട് 20,000 കോടി രൂപ കിഫ്ബിയിലൂടെ മാറ്റിവെച്ചു. 44,414 കോടി രൂപയുടെ 814 പദ്ധതികൾ ടെൻഡർ ചെയ്തിട്ടുണ്ട്. 41,701 കോടി രൂപയുടെ 744 പദ്ധതികൾ കരാർ നൽകിയിട്ടുണ്ട്. 24,734 കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തീകരിച്ചു. വിവിധ മേഖലകളിൽ നടത്തിയിട്ടുള്ള ധാരാളം പ്രവർത്തനങ്ങളുണ്ട്. സാർ, നാളിതുവരെ 38,535 കോടി രൂപ കിഫ്ബി ചെലവഴിച്ചു. അതിൽ 28,036 കോടി രൂപയും ഈ സർക്കാരിൻ്റെ കാലത്താണ് സാർ ചെലവാക്കിയത്. GST വകുപ്പ്. സാർ, സംസ്ഥാന GST വകുപ്പിൻ്റെ സമീപകാല നാഴികക്കല്ലായ പരിഷ്കാരങ്ങൾ നികുതി സേവനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും സംസ്ഥാന ഖജനാവിൻ്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ട്. വിപുലമായ ഡാറ്റ വിശകലനത്തിലൂടെ GST വകുപ്പിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും കാര്യക്ഷമമായ നിർവഹണത്തിനും തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള നയ തീരുമാനത്തിനും പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സാധിക്കുന്നതാണ്. GST വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കായി 26.15 കോടി രൂപ വകയിരുത്തുന്നു. സാർ, സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നതോടൊപ്പം കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന ജില്ലയാണ് എറണാകുളം. എറണാകുളത്ത് കേന്ദ്രീകരിച്ച് ആധുനിക സൗകര്യങ്ങളോടുകൂടി ഒരു ഫിനാൻസ് ടവർ GST വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആയിട്ട് അവിടെ നിർമ്മിക്കുന്നതാണ്. അതിനുള്ള പദ്ധതി തയ്യാറാക്കുന്നതായിരിക്കും. സാർ, GST സമ്പ്രദായം നിലവിൽ വന്നതോടെ നികുതി നിർവഹണ പ്രക്രിയ ആധുനിക സാങ്കേതികതയുടെയും വിവര വിശകലനത്തിൻ്റെയും ഡാറ്റ അനലിറ്റിക്സ് പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ മുൻകാല ചെക്ക് പോസ്റ്റ് അടിസ്ഥാന സൗകര്യങ്ങളെ അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങൾക്ക് ഫലപ്രദമായി പുനർവിന്യസിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു. നിലവിലുള്ള പൊതു ആസ്തികൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ അന്തർ സംസ്ഥാന വ്യാപാര വിനിമയങ്ങളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യാനും സാധിക്കും. സാർ, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ അവർ നിർമ്മിക്കുന്ന കെട്ടിടത്തിന് വൺ ടൈം സഹായമായി 5 കോടി രൂപ ഉൾപ്പെടെ 6.5 കോടി രൂപ വകയിരുത്തുന്നു. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി നടത്തുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ GSTയെ സംബന്ധിച്ചുള്ള കോഴ്സ് എന്ന നിലയിൽ അംഗീകൃത സർട്ടിഫിക്കറ്റ് കോഴ്സായിട്ട് സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ്. സാർ, സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് മേഖലയിൽ വിവിധ പ്രവർത്തനങ്ങൾക്കായിട്ട് 8.02 കോടി രൂപ മാറ്റിവെക്കുന്നു. സാർ, എക്സൈസ് വകുപ്പ്. ലഹരി, മദ്യപാനം എന്നിവയുടെ ദൂഷ്യവശങ്ങളെപ്പറ്റി വിദ്യാർത്ഥികളെയും യുവാക്കളെയും പൊതുജനങ്ങളെയും ബോധവാന്മാരാക്കുന്നതിന് സംസ്ഥാന വ്യാപകമായി ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ വിമുക്തി മിഷന്റെ ഭാഗമായി നടത്തിവരുന്നു. ആരോഗ്യവകുപ്പിൻ്റെ ആശുപത്രിയിലും ഒപ്പം 14 ജില്ലകളിലും ഡി അഡിക്ഷൻ സെൻ്ററുകളും റീജിയണൽ കൗൺസിലിംഗ് സെൻ്ററുകളും അടക്കമുണ്ട്. വിമുക്തി മിഷന്റെ കീഴിലുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ എക്സൈസ് വകുപ്പിനായി 23.31 കോടി രൂപ വകയിരുത്തുന്നു. ജുഡീഷ്യറി. സാർ, ജുഡീഷ്യറിയുടെ വിവിധ കോടതികളുടെ പ്രവർത്തനങ്ങൾ, നിർമ്മാണം, ആധുനികവൽക്കരണം തുടങ്ങിയ പരിപാടികൾക്കായിട്ട് 24.65 കോടി രൂപ വകയിരുത്തുന്നു. പൊതുമരാമത്ത് വകുപ്പിൻ്റെ വിവിധ ഓഫീസ് നിർമ്മാണങ്ങൾക്കായിട്ട് 76.41 കോടി രൂപ വകയിരുത്തുന്നു. നിയമസഭാ സെക്രട്ടേറിയറ്റ് വിവിധ പ്രവർത്തനങ്ങൾക്കൊപ്പം നിയമസഭാ മ്യൂസിയത്തിൽ EMS പ്രിൻസ് മണ്ഡപം സ്ഥാപിക്കുന്നതിനായിട്ട് 1.93 കോടി രൂപ ഉയർത്തുന്നു. സാർ, നവകേരള സദസ്സിൽ ഉരുത്തിരിഞ്ഞു വന്ന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ നടത്തിനായി 210 കോടി രൂപ ഉയർത്തുന്നു. ഓരോ നിയോജകമണ്ഡലത്തിലും പരമാവധി 7 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് ഓരോ MLAയ്ക്കും ഓരോ MLAമാരും സജസ്റ്റ് ചെയ്യാവുന്നത്. സാർ, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി 5.74 കോടി രൂപ ഉൾപ്പെടെ കേരള സർവീസ് കമ്മീഷൻ 9.65 കോടി രൂപ വകയിരുത്തുന്നു. സാർ, റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് എന്ന ബാഹ്യ സഹായ പദ്ധതിക്കായി 1000 കോടി രൂപ മാറ്റിവെക്കുന്നു. ലീഗൽ മെട്രോളജി വകുപ്പിന് 4.1 കോടി രൂപ വെക്കുന്നു. സാർ, ട്രഷറി വകുപ്പിന് വിവിധ പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടന്നു വരികയാണ്. പുതിയ 27 ട്രഷറി കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നടത്തി 67 ട്രഷറികളുടെ നവീകരണം സാധ്യമാക്കി. ട്രഷറി സേവനങ്ങളുടെ വേഗതയും ഗുണനിലവാരം വർദ്ധിപ്പിക്കുക, വിവര സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അധിക സൗകര്യങ്ങൾ ഒരുക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നിവയ്ക്കായി ട്രഷറി വകുപ്പിന് 23.75 കോടി രൂപ വകയിരുത്തുന്നു. സർ, KSFEയുടെ അംഗീകൃത മൂലധനം 100 കോടി രൂപയിൽ നിന്ന് 250 കോടി രൂപയെ സർക്കാർ ഉയർത്തുകയുണ്ടായി. KSFEയുടെ ആകെ വിറ്റുവരവ് 1 ലക്ഷം കോടി കഴിഞ്ഞു. 1 ലക്ഷം കോടി രൂപയുടെ
ബിസിനസ് നേട്ടം കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ മിസലേനിയസ് നോൺ ബാങ്കിങ് കമ്പനിയായി KSFE മാറിയിരിക്കുന്നു. 1ഉം 2ഉം പിണറായി സർക്കാരുകളുടെ കാലത്ത് 143 പുതിയ ശാഖകളും 9 മേഖലാ ഓഫീസുകളും ആരംഭിക്കുകയും 5000-നടുത്ത് ഉദ്യോഗാർത്ഥികൾ PSC മുഖാന്തരം KSFEയിൽ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ നൽകിയ ലോൺ തുക 2021 4621 കോടിയിൽ നിന്നും 2025 8,012 കോടിയായിട്ട് വർദ്ധിക്കുകയുണ്ടായി. സർ, KFCയുടെ മൂലധനത്തിൽ 73.5 കോടി രൂപയുടെ കൂടി വർധനവ് വരുത്തി പെയ്ഡപ്പ് ക്യാപിറ്റൽ 1000 കോടിയായിട്ട് ഉയർത്താനായിട്ട് തീരുമാനിക്കുകയാണ്. സർ, 50 കോടി രൂപ വരെ സൂക്ഷ്മ ചെറുകിട സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും വരുന്ന 50 കോടി രൂപയുടെ വായ്പാ കാലാവധി 2 വർഷം കൂടി ദീർഘിപ്പിക്കുന്നു. സർ, മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി ഒരു പ്രത്യേക പദ്ധതി KFC പ്രഖ്യാപിക്കുകയാണ്. മുതിർന്ന പൗരന്മാരുടെ കമ്മ്യൂണിറ്റി ലീവിംഗ് ക്ലസ്റ്ററുകളും റിട്ടയർമെന്റ് ഹബ്ബുകളും നിർമ്മിക്കുന്നതിന് ആദ്യ 2 വർഷം 3% പലിശ സബ്സിഡിയോടുകൂടി 20 കോടി രൂപ വരെ നൽകുന്ന ഒരു പുതിയ പദ്ധതി നമ്മൾ പ്രഖ്യാപിക്കുന്നു. ഇതിനായി 100 കോടി രൂപ മാറ്റിവെക്കുന്നു. സബ്സിഡി നൽകുന്നതിന് ഈ അടുത്ത വർഷം വേണ്ടി മാത്രം വരുന്നത് 3 കോടി വേണ്ടി വരും. ചെറുപ്പ് വ്യവസായ ക്ലസ്റ്ററുകളെ സഹായിക്കാനായിട്ട് ആദ്യ 2 വർഷം 2% പലിശ സബ്സിഡിയോടുകൂടി നൽകുന്ന ഒരു വായ്പാ പദ്ധതി 20 കോടി രൂപ വരെയുള്ള വായ്പാ പദ്ധതി KFC പ്രഖ്യാപിക്കുന്നു. 100 കോടി രൂപ അതിനായിട്ട് മാറ്റിവെക്കുന്നു. സർ, സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് വിവിധ മേഖലകളിൽ നടത്തുന്ന നമ്മുടെ സാമൂഹ്യനീതി, വനിതാ ശാക്തീകരണം, സാമ്പത്തിക സുരക്ഷ എന്നിവ ലക്ഷ്യമാക്കി നടത്തുന്ന വിവിധ പ്രോഗ്രാമുകളുണ്ട്. ഗ്രൂപ്പ് ബെനിഫിറ്റ് സ്കീമിൽ 14 ലക്ഷത്തോളം അംഗങ്ങൾ ഉൾപ്പെടുന്നു. ഇതുവരെ 5000-ഓളം അംഗങ്ങൾക്കായി 14 കോടി രൂപയുടെ നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട്. അപ്പോൾ വളരെ മെച്ചപ്പെട്ട തരത്തിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ട് പോകണം. സർ, ദേശീയ സമ്പാദ്യ പദ്ധതി കഴിഞ്ഞ സാമ്പത്തിക വർഷം ചെറുകിട നിക്ഷേപ സമാഹരണമായി മൊത്ത നിക്ഷേപമായി 12,081.34 കോടി രൂപയും മിച്ച നിക്ഷേപമായി 3,893 കോടി രൂപയും സ്വരൂപിക്കാനായിട്ട് കഴിഞ്ഞു. സർ, വകുപ്പ് നടത്തുന്ന സ്റ്റുഡൻറ് സേവിംഗ് സ്കീമിൽ ഇതുവരെ 6,637 സ്കൂളിലായി 5.17 ലക്ഷം വിദ്യാർത്ഥികൾ അംഗങ്ങളാവുകയും 24.37 കോടി രൂപ സ്വരൂപിക്കുകയും ചെയ്തിട്ടുണ്ട്. സർ, സംസ്ഥാനത്തെ ഓഡിറ്റ് വകുപ്പിന് കണ്ണൂരിൽ പുതിയ സ്ഥലം നിർമ്മിക്കുന്നത് ഉൾപ്പെടെയുള്ള ഇതിനായിട്ട് 2.42 കോടി രൂപ അനുവദിക്കുന്നു. സർ, ജീവനക്കാരിൽ സർ, ഒന്നാമത്തത് ശമ്പള പരിഷ്കരണമാണ്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച് 5 വർഷ തത്വം പാലിക്കുക എന്നത് തന്നെയാണ് ഇടതുപക്ഷ സർക്കാരുകളുടെ എക്കാലത്തെ നയം. ഇതിൻ്റെ ഭാഗമായി 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിക്കുകയാണ്. റിപ്പോർട്ട് 3 മാസം കൊണ്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും സമയബന്ധിതമായി നടപ്പിലാക്കുകയും ചെയ്യും. സർ, DA DR കുടിശ്ശിക. സർ, സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും നിലവിൽ അവശേഷിക്കുന്ന DA DR ഗഡുക്കൾ പൂർണ്ണമായും നൽകാൻ തീരുമാനിക്കുന്നു. ഒരു ഗഡു DA ഫെബ്രുവരി മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുന്നതാണ്. നിലവിൽ അവശേഷിക്കുന്ന ഗഡുകൾ പൂർണ്ണമായും മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം അനുവദിക്കും. സർ, DAയുടെയും DRന്റെയും കുടിശ്ശിക ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കും. ആദ്യ ഗഡു ബജറ്റ് വർഷത്തിൽ തന്നെ നൽകുന്നതിന് തുക ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. സർ, ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ്. സർ, ജീവനക്കാരുടെ ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് സ്കീം പുനഃസ്ഥാപിക്കും. അഷ്വേർഡ് പെൻഷൻ. സർ, സർക്കാർ ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരമായി അഷ്വേർഡ് പെൻഷൻ നടപ്പിലാക്കുമെന്ന് മുൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. സംസ്ഥാനത്ത് അഷ്വേർഡ് പെൻഷൻ പദ്ധതി ചുവടെ പറയുന്ന രീതിയിൽ പ്രഖ്യാപിക്കുന്നു. സർ, അവസാന അടിസ്ഥാന ശമ്പളത്തിന്റെ 50% തുക പരമാവധി പെൻഷനായി ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും DR അനുവദിക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. നിലവിലുള്ള NPSൽ നിന്നും അഷ്വേർഡ് പെൻഷനിലേക്ക് മാറാൻ ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ തന്നെ തുടർന്നവർക്ക് അത് തുടരാം, പക്ഷെ ഇങ്ങോട്ട് മാറാൻ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. സർ, ജീവനക്കാരുടെയും സർക്കാരിന്റെയും വിഹിതം പ്രത്യേക ഫണ്ടായി മാനേജ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാകും. സർ, അഷ്വേർഡ് പെൻഷൻ പദ്ധതി ഏപ്രിൽ 1 നടപ്പിൽ വരുത്തുന്നതിനുള്ള വിശദമായ മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കും. സർ, വിഭവ സമാഹരണം. സർ, നികുതി കുടിശ്ശിക തീർപ്പാക്കൽ നികുതി ഭാഗമാണ്. സർ, നികുതി കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി. സർ, GST നിയമം നിലവിൽ വരുന്നതിന് മുമ്പുള്ള ചില നിയമങ്ങളുടെ ഭാഗമായുള്ള കുടിശ്ശിക തീർപ്പാക്കുന്നതിനായി 2024 ബജറ്റിൽ ആംനസ്റ്റി സ്കീം പ്രഖ്യാപിച്ചിരുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി 50,000 രൂപ വരെ നികുതി തുകയുള്ള കുടിശ്ശികളെ അവയുടെ പിഴയും പലിശയും അടക്കം പൂർണ്ണമായും ഒഴിവാക്കുന്നതിനുള്ള തീരുമാനം കൈക്കൊണ്ടിരുന്നു. എന്നാൽ പ്രസ്തുത പദ്ധതിയുടെ കാലാവധി അവസാനിച്ച ശേഷം തീർപ്പാക്കിയ പല നികുതി നിർണയ ഉത്തരവുകളിലും ഇത്തരത്തിൽ 50,000 രൂപ വരെയുള്ള നികുതി കുടിശ്ശികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മേലാനുകൂല്യം 2025 ആംനസ്റ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. മാത്രമല്ല, പദ്ധതിയിൽ വിഭാഗങ്ങൾക്ക് ഉൾപ്പെട്ടപ്പെട്ട കുടിശ്ശികൾ തീർപ്പാക്കുന്നതിനുള്ള പ്രത്യേക വ്യവസ്ഥകളും ഉണ്ടായിരുന്നില്ല. ആയതിനാൽ തന്നെ നിലവിൽ ഇത്തരത്തിലുള്ള ചെറിയ തോതിലുള്ള അനേക കുടിശ്ശികൾ തീർപ്പാക്കാതെ നിലവിലുണ്ട്. ഈ സാഹചര്യത്തിൽ 2024 ആംനസ്റ്റി സ്കീമിൽ ഉൾപ്പെട്ട മുൻകാല നിയമങ്ങളുമായി ബന്ധപ്പെട്ട
2017-18 സാമ്പത്തിക വർഷം വരെയുള്ള നികുതി നിർണ്ണയ ഉത്തരവുകളിൽ 50,000 രൂപ വരെ നികുതി തുക ഉള്ള കുടിശ്ശികകളെ അവയുടെ പിഴയും പലിശയും അടക്കം പൂർണ്ണമായും ഒഴിവാക്കും. സർ, ഈ ആനുകൂല്യം 2027 മാർച്ച് 31 വരെ തീർക്കുന്ന നികുതി നിർണ്ണയ ഉത്തരവുകളിലെ നികുതി കുടിശ്ശികൾക്ക് ബാധകമായിരിക്കും. ചെറിയ കുടിശ്ശികകൾ തീർപ്പാക്കുന്നതിന് വ്യാപാരികൾക്ക് സഹായമാകുന്ന ഈ പദ്ധതി വ്യാപാര സമൂഹത്തിന് ഒരു പരിധിവരെ ആശ്വാസമേകുന്നതായിരിക്കും. സർ, ഫ്ലഡ് സെസ് ആംനസ്റ്റി പദ്ധതി. സർ, പ്രകൃതി ദുരന്തങ്ങൾ കാരണം സംസ്ഥാനത്തിന് ആവശ്യമായി വന്ന അധിക വിഭവ സമാഹരണത്തിനായി 2019 GST ബാധകമായ സപ്ലൈകളുടെ മേൽ 1% സെസ് ഏർപ്പെടുത്തിയിരുന്നു. 2025 ബജറ്റിൽ 2021 ജൂലൈ വരെയുള്ള മേൽപ്പറഞ്ഞ ഫ്ലഡ് സെസ്സുമായി ബന്ധപ്പെട്ട കുടിശ്ശിക തീർപ്പാക്കുന്നതിനായി സെസ് തുക പിഴയും പലിശയും ഇല്ലാതെ അടയ്ക്കാനുള്ള ഫ്ലഡ് സെസ് ആംനസ്റ്റി 2025 പ്രഖ്യാപിച്ചിരുന്നു. ഏപ്രിൽ 1, 2025 മുതൽ ജൂൺ 30, 2025 വരെയുള്ള 3 മാസ കാലയളവിലേക്ക് പ്രഖ്യാപിച്ചിരുന്ന ഒരു ഹ്രസ്വകാല പദ്ധതിയായിരുന്നു ഇത്. വ്യാപാര സമൂഹത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് വ്യാപാര സമൂഹത്തിന് ആശ്വാസം നൽകുന്നതിനായി പ്രസ്തുത പദ്ധതിയുടെ തുടർച്ച എന്ന നിലയിൽ ഫ്ലഡ് സെസ് ആംനസ്റ്റി 2026 പ്രഖ്യാപിക്കുന്നു. സാർ, കഴിഞ്ഞ ബജറ്റ് പ്രസംഗത്തിൽ കേരളം അതിവേഗ വളർച്ചയുടെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് ടേക്ക് ഓഫ് സജ്ജമായിരുന്നു എന്ന് സൂചിപ്പിച്ചിരുന്നു. സാർ, അക്ഷരാർത്ഥത്തിൽ അത് സംഭവിക്കുകയാണ്. പശ്ചാത്തല മേഖലയിലെ പിന്നോക്കാവസ്ഥ പരിഹരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലേക്ക് കൂടുതൽ മൂലധന നിക്ഷേപം എത്തുമെന്നും അത് വളർച്ചയ്ക്ക് രാസത്വരകമാകുമെന്നും കണക്കുകൂട്ടിയിരുന്നു. യഥാർത്ഥത്തിൽ നാം പ്രതീക്ഷിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട പ്രതികരണമാണ് കാണുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2, 3, 4 ഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പ് അടുത്ത 5 വർഷത്തിനുള്ളിൽ 10,000 കോടി രൂപ നിക്ഷേപിക്കും എന്ന് വ്യക്തമായല്ലോ. തുറമുഖത്തിന് പുറത്ത് അനുബന്ധ വികസന മേഖലയിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സ്വകാര്യ ഏജൻസികളുമായി ഏറ്റവും കുറഞ്ഞത് 30,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് കണക്കാക്കപ്പെടുന്നു. സർ, പശ്ചാത്തല മേഖലയിൽ നാം നടത്തിയ മുന്നേറ്റത്തിന്റെ പ്രതിഫലനമാണ് ദാവോസിൽ വേൾഡ് എക്കണോമിക് കോൺഫറൻസിൽ കണ്ടത്. ദാവോസിലെ കേരളത്തിന്റെ സാന്നിധ്യം ദേശീയ സാർവദേശീയ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ അത് വേണ്ടത്ര ഗൗനിച്ചതായി കണ്ടില്ല. വേൾഡ് എക്കണോമിക് ഫോറത്തിൽ കേരളം 1.18 ലക്ഷം കോടി രൂപയുടെ താല്പര്യപത്രങ്ങൾ ഒപ്പിട്ടു. താല്പര്യപത്രങ്ങളുടെയും ധാരണാപത്രങ്ങളെയും യഥാർത്ഥ മൂലധനനിക്ഷേപമായി പരിവർത്തിപ്പിക്കുന്നതിൽ നാം മെച്ചപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ തുടർച്ചയായി ഏറ്റവും ഉയർന്ന സ്ഥാനം നിലനിർത്തുന്നത് ഇതിനൊക്കെ സഹായമാണ്. സർ, പുതിയ പദ്ധതിയിലും പശ്ചാത്തല മേഖലയ്ക്ക് നൽകുന്ന പ്രാധാന്യം തുടരും. ഭൗതിക പശ്ചാത്തല സൗകര്യങ്ങളിൽ മാത്രമല്ല, മനുഷ്യവിഭവശേഷിയുടെ കാര്യത്തിലും കേരളത്തെ ഒന്നാം തരമാക്കുകയാണ് ലക്ഷ്യം. കേരളത്തിന്റെ പശ്ചാത്തല മേഖലയുടെ നട്ടലായി ഞങ്ങൾ കണക്കാക്കുന്ന ഒന്നാണ് തെക്ക് വടക്ക് അതിവേഗ റെയിൽ ഇടനാഴി. കേരളത്തിന്റെ സവിശേഷമായ ഭൂമിശാസ്ത്രമാണ് ഈ പദ്ധതിക്ക് ഇത്രമേൽ പ്രാധാന്യം ഞങ്ങൾ കൽപ്പിക്കാൻ കാരണം. കേരളം വീതി കുറഞ്ഞ് തെക്ക് വടക്ക് നീളത്തിൽ കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. യൂറോപ്പിലാണെങ്കിൽ 2 or 3 രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്ന നീളം കേരളത്തിനുണ്ട്. കേരളത്തിന്റെ സമ്പദ്ഘടനയുടെയും കമ്പോളത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ഗ്രഥനത്തിനുള്ള നെടുകയുള്ള വേഗതയാർന്ന ഗതാഗത സൗകര്യം പരമപ്രധാനമാണ്. UDFന്റെയും BJPയുടെയും എതിർപ്പ് കാരണം തടസ്സപ്പെട്ടെങ്കിലും കേരളയിൽ പദ്ധതി വരും കേട്ടോ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. സർ, പദ്ധതിയുടെ പേരുമായോ സാങ്കേതിക വിദ്യയുമായോ ബന്ധപ്പെട്ട ഒരു പിടിവാശിയും സർക്കാരിനില്ല. അക്കാര്യം ഞങ്ങൾ ബന്ധപ്പെട്ടവരെ ആവർത്തിച്ചറിയിച്ചിട്ടുണ്ട്. നേരത്തെ കാണിച്ച എതിർപ്പുകൾ മാറ്റിവെച്ച് കേരളത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നാണ് നിലപാട്. കേന്ദ്രം മുന്നോട്ട് വന്നാൽ സംസ്ഥാന സർക്കാരിന്റെ എല്ലാ സഹകരണവും ഉറപ്പാക്കും. സർ, ദീർഘകാല വികസന പരിപ്രേക്ഷ്യം തയ്യാറാക്കുമ്പോൾ നമുക്ക് വേണ്ടത് പൊട്ടക്കടറ്റിലെ തവളയുടെ കാഴ്ചപ്പാടല്ല. ആഗോള ദേശീയ തലങ്ങളിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ വികസന സമീപനം തയ്യാറാക്കണം. സർ, ലോക വ്യവസ്ഥ തികഞ്ഞ അവ്യവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ലോകക്രമവും അതിന്റെ വ്യവസ്ഥകളും പരക്കെ ലംഘിക്കപ്പെടുന്നു. ആഗോള പ്രവൃത്തി വിഭജനവും വ്യാപാര മാർഗങ്ങളും സപ്ലൈ ചെയിനുകളും പുനഃസംഘടിപ്പിക്കപ്പെടുന്നു. പുതിയ സാങ്കേതിക വിദ്യകളുടെയും കടന്നുവരവും അനിശ്ചിതത്വത്തിന് കാരണമാവുന്നുണ്ട്. പക്ഷേ അനിശ്ചിതത്വത്തോടൊപ്പം പുതിയ അവസരങ്ങളും ഉണ്ടാകുന്നുണ്ട്. സർ, പുതിയ ലോകം അനിശ്ചിതത്വങ്ങളെ നേരിടാനും പുതിയ അവസരങ്ങളെ ഉപയോഗപ്പെടുത്താനും ത്രാണിയുള്ളവരുടേതാണ്. ഈ പശ്ചാത്തലത്തിൽ കേരളത്തിന് ദീർഘദൃഷ്ടിയും നിശ്ചയദാർഢ്യമുള്ള നേതൃത്വം ആവശ്യമാണ്. ലോക വ്യവസ്ഥയിലെ അവസ്ഥയും അനിശ്ചിതത്വവും ആഭ്യന്തര ഉത്പാദനവും ആഭ്യന്തര കമ്പോളവും പരമാവധി ശക്തിപ്പെടുത്താനുള്ള ആഹ്വാനമാണ് ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം. കൃഷി അനുബന്ധ മേഖലയുടെ പ്രാധാന്യം വളരെ വലുതാണ്. കേരളത്തിലെ പുതിയ പദ്ധതിയിൽ പ്രഥമ പരിഗണന കൃഷി അനുബന്ധ മേഖലകൾക്കായിരിക്കും. സർ, ആസിയൻ